അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല,
അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാമ്പുത്രൻ പരിശുദ്ധാത്മാശ്വരശ്വരെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പങ്ക്തിയിൽ, അതായത് അവർ ഡെയിലി ബ്രെഡ്, അതിന് വേണ്ട ആഹാരം, നമുക്കറിയാം വചനമാണ് ആഹാരമെന്നറിയാം. കൃപാസനത്തിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തെ പാചകം ചെയ്യും. വചനം ഒരു റോ റൈസാണെന്ന് വിചാരിച്ചു, അരിയാണ്. വചനം വിത്തെന്ന് പറഞ്ഞാലും അരിയെന്ന് പറഞ്ഞാലും റോയാണത്. അതിനെന്താ ചെയ്യണത്? അതിനെ നമ്മൾ വേവിച്ച് ചോറാക്കി അതിൻ്റെ കൂടെ കറിയൊക്കെ ചേർത്ത് വിളമ്പുമ്പോഴാണത് രുചികരമായ ആഹാരമായിട്ട് മാറുകയും അത് ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വചനത്തിൻ്റെ ഒരു പാചകവിധിയാണ് നമ്മൾ പലപ്പോഴും ഡെയിലി ബ്രെഡിൽ കാണുന്നത്. ഇപ്പോൾ ഡെയിലി ബ്രെഡല്ലേ ഇത്, അതുകൊണ്ട് ആഹാരം. അപ്പം അരി അങ്ങനെ തന്നെ തിന്നാൻ പറ്റത്തില്ലല്ലോ, അത് ആഹാരമാകത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യണത് വചനത്തെ ബോയിൽ ചെയ്ത് തിന്നാവുന്ന പരുവത്തിലാക്കും. അതെല്ലാവർക്കും തിന്നാം. ഇപ്പം PhD ഡോക്ടറും സയൻറ്റിസ്റ്റും ചോറ് തിന്നാൻ പറ്റും. അതുപോലെ തന്നെ വലിയ പഠിപ്പൊന്നും ഇല്ലാത്തവർക്കും ചോറ് ആഹാരമാകും. അപ്പം അത് ആ രീതിയിലാണ് വചനത്തെ. ചോറ് എല്ലാവർക്കും പ്രാപ്യമല്ല, എല്ലാവർക്കും ദഹിക്കുന്നതാണ്, എല്ലാവർക്കും ആരോഗ്യപ്രദമാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ് ആണെന്നുള്ള ശാസ്ത്രീയ വിഷയത്തെയൊക്കെ വിട്, നമ്മളൊരു അന്നു വേണ്ട ആഹാരം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപാസനത്തിൻ്റെ വചന വ്യാഖ്യാന വരങ്ങൾ കർത്താവ് തന്നിരിക്കുന്നത് അനുദിന മനുഷ്യന്മാരുടെ ജീവിതത്തെയാണ് അത് അഡ്രസ്സ് ചെയ്യണത്. ഒരു പ്രബുദ്ധ സദസ്സിൽ അക്കാഡമിക് സൊസൈറ്റിയിലേക്കല്ല അത് കൊടുക്കണത്. അക്കാഡമിഷ്യൻസൊക്കെ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് അത്രയ്ക്ക് ദഹിക്കത്തില്ല. കാര്യം അവർ സാങ്കേതിക ശാസ്ത്രപ്രകാരമാണ് വചനത്തെ അനലൈസ് ചെയ്യണത്. പക്ഷേ സാധാരണ മനുഷ്യന് അതിൻ്റെ ഒരാവശ്യമില്ല. ശരിക്കും സാധാരണ മനുഷ്യന് അവൻ്റെ ജീവിതത്തോട് ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, വചനം പ്രതികരിക്കുന്നു. അതാണ് എൻ്റെ പ്രസംഗമൊക്കെ ഞാൻ സെമിനാരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര റഫ് ആൻഡ് ടഫായിരുന്നു. പ്രസംഗം കഴിയുമ്പോൾ ആൾക്കാർ പറയും ഒന്നും മനസ്സിലായില്ല അച്ഛാന്ന് പറയും. കാര്യം അത് ഈ പൗലോസപ്പോസിൻ്റെ പൊട്ടിപ്പോയ പ്രസംഗം പോലെ നിങ്ങളുടെ ചില കവികൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിച്ചിട്ട് അത് തോൽവിയായിപ്പോയില്ലേ, അതുപോലെ ലോകതോൽവിയായിരുന്നു ശരിക്കും. അവസാനം ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ പിന്നെ വന്ന് നിന്നെ കേൾക്കാമെന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത് പൗലോസിനോട്. അപ്പോൾ ഒരു ഫ്രൂട്ട്സും ഇല്ല, മാനസാന്തരവും ഇല്ല. പൗലോസിന് ഭയങ്കര സങ്കടമായി. ആദ്യം പൗലോസ് പറഞ്ഞത് സാങ്കേതികമായിട്ട് സാംസ്കാരികമായിട്ട് സാഹിത്യപരമായിട്ട് കൂടി സംസാരിച്ച്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:23. ഞാൻ ഇതിലെ കടന്നു പോയപ്പോൾ നിങ്ങളുടെ ആരാധനാ വസ്തുക്കളെ നിരീക്ഷിച്ചു. അജ്ഞാത ദേവന് എന്നെഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു. നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെ കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവിടുത്തെ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചിട്ട് അജ്ഞാത ദേവൻ ക്രിസ്തുവാണെന്ന് ലോജിക്കലായിട്ട് അവതരിപ്പിക്കാൻ നോക്കുകയാണ്. ക്രിസ്തുവിനെ ഒരു റാഷണലായിട്ട് അവതരിപ്പിക്കാൻ നോക്കുകയാണ്. കാര്യം ഏതൻസിലെ ജനങ്ങളെന്ന് പറയുന്നത് എപ്പോഴും പുതിയ കാര്യങ്ങൾ കേൾക്കുന്നത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്.
അപ്പോസ്തല പ്രവർത്തനം 17:21. എല്ലാ ആഥൻസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല. അതൊരു ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു അക്കാഡമിക് സൊസൈറ്റിയാണ്. പുതിയ പുതിയ ആൾക്കാർ വന്ന് അവർക്കൊരു ആശയങ്ങൾ വരുമ്പോൾ അത് വന്ന് പബ്ലിക്കായിട്ടത് പറയും. ഒരു പീഡമുണ്ടാകും. അവിടെ പ്രസംഗിക്കാൻ പൗലോസിന് ചാൻസ് കിട്ടിയപ്പോഴാണ് അദ്ദേഹം ഈ വിഷയം വളരെ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്താണ് ഈ വിഷയം പറയണത്. അദ്ദേഹം അവരുടെ കവികളിലേക്ക് സാഹിത്യ പുസ്തകങ്ങളൊക്കെ വായിച്ച് കർത്താവിനെ അവതരിപ്പിക്കാൻ വേണ്ടി. അതാണ് പുള്ളി പറയുന്നത്, നിങ്ങളുടെ ചില കവികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 17:28. എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. നാം അവിടുത്തെ സന്താനങ്ങളാണെന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ വയലാറും വയലുക്കുറിപ്പും ഒക്കെ നമ്മുടെ അത്താറകൾ കോട്ട് ചെയ്യത്തില്ലേ, അതിൻ്റെ തന്നെ ഒരു പൗളിയൻ വെർഷനാണത്. പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. അവസാനം പുള്ളി പ്രഭാഷണത്തിൽ പരാജയപ്പെട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര കണ്ണീരാകും. കർത്താവേ, ഞാൻ എന്ത് സംസ്കാരവും വൈജ്ഞാനികവും പ്രബോധനപരമായിട്ടൊക്കെ സംസാരിച്ചിട്ട് നിന്നെ അങ്ങോട്ട് കൈമാറാൻ പറ്റണില്ലല്ലോ എന്ന് ഈ മനുഷ്യൻ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരിടും. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയും, നിൻ്റെ വൈജ്ഞാനിക പ്രബുദ്ധത ജനങ്ങളുടെ മേൽ വിളമ്പുന്നതിന് പകരം എന്നെ കൊടുക്കാൻ പറയും. അപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ കറക്റ്റ് കാര്യം പറയും. പൗലോസ് പിന്നെ പറയാൻ തുടങ്ങുകയെന്ന് വെച്ചാൽ ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദർ അടയാളം അന്വേഷിക്കുന്നു. കണ്ട, ഞാൻ നിങ്ങളോട് പറയുന്നത് സാഹിത്യവും സംസ്കാരവും പാണ്ഡിത്യവും ഒന്നുമല്ല, തുണിയില്ലാതെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. അതാണ് അവിടെയാണ് പൗലോസ് ലാൻഡ് ചെയ്യേണ്ടത്. കറക്റ്റ് വന്ന് പ്രഭാഷണങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം എന്താണ് ഉദ്ദേശിക്കണത്, ഈ ലോകത്തോട് ക്രിസ്തുവിലൂടെ ദൈവം എന്താണ് പറയാൻ ഉദ്ദേശിക്കണത്, അതാണ് പറയേണ്ടത്. അല്ല വല്ലതും എഴുതി ഡോക്ടറേറ്റ് എടുത്തെന്ന് പറഞ്ഞ് അതുകൊണ്ടുവന്ന് ആൾക്കാരെ ഛർദ്ദിക്കേണ്ട ഒരു കഥയുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പാടി നടന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ പാടി നടന്നവന്മാരുടെ സാഹിത്യത്തിന് നമ്മളിങ്ങനെ ഓശാന പാടുകയും ഫാൻ ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് വി മസ്റ്റ് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല പ്രശ്നം. ദൈവത്തിൻ്റെ പദ്ധതികളെ ജനങ്ങളിലേക്ക് എത്തിക്കും. ഇപ്പോൾ പൗലോസ് പ്ലേറ്റ് മറച്ചു വെച്ച് എന്താ പറയണത്, 1 Corinthians 1:22-23. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. പക്ഷി ലാൻഡ് ചെയ്യണ കണ്ടല്ലേ താഴേക്ക്, യഹൂദർ അടയാളം ആവശ്യപ്പെടുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു എന്നുള്ള കാരണം അതുകൊണ്ട് വൈജ്ഞാനികമായിട്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കാവുന്നതാണ് പൗലോസ് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ കവികളും അൺനോൺ ഗോഡ് എന്ന് പറയണത്, വളരെ വൈജ്ഞാനികമായിട്ട് അവതരിപ്പിക്കണത്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ചെയ്യണില്ല. എന്താ കാര്യം, അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് അറിവുണ്ടോ, ഞാൻ പ്രബുദ്ധനാണോ, എനിക്ക് സാഹിത്യം അറിയാമോ, പാട്ടറിയാമോ എന്നൊന്നും അല്ല പ്രശ്നം. എൻ്റെ കയ്യിലുള്ള ഈ ചരക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റിയതാണോ, അതാണ് വിഷയം. സഭയുടെ പ്രഭാഷകന്മാർക്ക് ചിലർക്കെങ്കിലും പറ്റുന്ന ഒരു അബദ്ധം, അവരുടെ പ്രഭാഷണത്തിലെ കണ്ടന്റിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റണില്ല. അത് അതുകൊണ്ട് എന്താണ്, ക്രിസ്തുവിലെ ഇതിനെ ജനം തിരിച്ചറിയുകയോ ക്രിസ്തുവിനെ ജനം സ്വീകരിക്കാൻ തയ്യാറാകുകയില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കാര്യങ്ങൾ അപകടം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ പറയുന്ന കാര്യം ചിലർക്കത് പോഷത്വമായിട്ട് തോന്നും. നമ്മൾ പറയുന്ന കാര്യം ചിലർക്ക് ഇടർച്ചയായിട്ട് തോന്നും. ഈ അച്ഛൻ്റെക്ക് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാൻ നമ്മൾ പറയുന്ന കാര്യം. പക്ഷേ എന്താ, ചിലപ്പോൾ ചിലർക്ക് പോഷത്വവും ചിലർക്ക് ഇടർച്ചയായി പോകുന്നു. പക്ഷേ എന്താണ്, നമ്മൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ മാറാൻ പാടില്ല. കാര്യം നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ്. അപ്പോൾ പ്രമേയം എന്ന് പറയണത്, നമ്മൾ എന്താണ് നാടകത്തിൽ ഒരു പ്രോംപ്റ്റർ, അതായത് നമ്മൾ നാടകം നടത്തുമ്പോൾ ചില സമയത്ത് ആ കർട്ടൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ പ്രോംപ്റ്റ് ചെയ്ത് തരും. ആ പ്രോംപ്റ്റ് ചെയ്ത് തരുന്ന കാര്യങ്ങളാണ് ഈ കഥാപാത്രം പറയേണ്ടത്. അവിടെ നമ്മൾ കഥാപാത്രം മാത്രമാണ്.
എന്താണ് ബാക്കിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരണത്, സഭ എന്ത് പഠിപ്പിക്കുന്നു അതാണ് ഇയാൾ പറയേണ്ടത്. അല്ലാതെ അവിടെ ഒന്ന് നോക്കി ഒന്ന് പഠിപ്പിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ സഭയുടെ പഠനമായിരിക്കത്തില്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരിക്കത്തില്ല. പ്രബോധന അധികാരം സഭയ്ക്കാണ് കൊടുത്തിരിക്കണേ. ഇപ്പോഴും നമ്മൾ സഭയുടെ പഠനങ്ങളുടെ സൈഡിൽ ലൈൻ ഓഫ് തോട്ടുകൾ നമ്മൾ ചെക്ക് ചെയ്യണം. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ ആവശ്യമില്ലാത്ത നമ്മുടെ സാഹിത്യകാരനാണ്, കവിയാണെന്നൊക്കെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മളെ തന്നെ പ്രസംഗിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, നമ്മൾ എന്ത് ചെയ്താലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയണതാണ് ദൈവത്തിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത്. ദൈവം ലോകത്ത് നൽകുന്ന രക്ഷാകരമായ കണ്ടൻറ്റ്, റിഡംപ്റ്റീവ് കണ്ടൻ്റ് എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളൊരാളോട് ക്ഷമിക്കണത് നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയാണ് നിന്നോട് ക്ഷമിക്കണത്, അല്ലേ? ഞാൻ ഈ സാധനം വേണ്ടെന്ന് വെക്കണത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയാണ് ഞാൻ വേണ്ടെന്ന് വെക്കണത്. കാര്യം അതുകൊണ്ടാണ് ഈശോനെ പ്രതി എന്ന് പറഞ്ഞത്, എന്നെ പ്രതി. അപ്പോൾ ഈശോനെ പ്രതി നമുക്ക് അടുത്ത ദിവസം ഇതിനേക്കാൾ ബെസ്റ്റായിട്ടിത് കാണാം. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതും ഈ ക്രിസ്തുവിനെ പ്രതിയാണ് ഈ നമ്മളെ. ഒരാളെ എനിക്ക് വലിയ മുമ്പത്തോളം വിശ്വാസം തോന്നണില്ല, മുമ്പത്തോളം പ്രാർത്ഥിക്കാൻ വരുന്നില്ല, പ്രാർത്ഥന വരുമ്പോൾ എനിക്ക് ഉറക്കം വരണേ, എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബാങ്ക്രപ്സിയായി. നമ്മളുടെ സ്റ്റോക്ക് തീർന്നതിൻ്റെ അർത്ഥം. ഇപ്പം ഗ്യാസ് തീരത്തില്ലേ, വിളക്ക് കത്താൻ നേരത്ത് ഇങ്ങനെ പെട്ടെന്ന് കത്തണ പോലെ ഗ്യാസ് ഇപ്പോൾ തീരണത് ഭയങ്കര പേടിയ ആൾക്കാർക്ക്. ഇപ്പോൾ ഗ്യാസ് തീർന്നാൽ പിന്നെ ഉടനെ ഗ്യാസ് കിട്ടത്തില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ദിവസം അരമണിക്കൂർ കാത്തിരുന്ന് ചായക്ക് ഗ്യാസ് തീർന്നു പോയി. അപ്പോൾ അതുപോലെ ഗ്യാസ് തീരണ ഒരു കാലത്ത് ഇതുപോലെ ചില സമയം നമ്മുടെ ആത്മീയ ഗ്യാസും തീർന്നു പോകും, കൃപ തീർന്നു പോകും. അപ്പോൾ നമുക്ക് കോട്ടവായിടും, പള്ളിയിൽ നിന്ന് ഉറങ്ങും, അവന് പള്ളിയിൽ പോകാൻ തോന്നത്തില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ചേരത്തില്ല, കുർബാനയ്ക്ക് പോകത്തില്ല, അങ്ങനെ ഗ്യാസ് തീർന്നു. അങ്ങനെ വന്നാൽ പിന്നെ ഈ ബാങ്ക്രപ്സി ആയി, വിശ്വാസം ബാങ്ക്രപ്സി ആയാൽ അതിനെ അതിജീവിക്കുന്നത് എല്ലാം ഈ നമ്മൾ പിന്നെ ചെയ്യുന്നതെല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയായിരിക്കണം. നമ്മൾക്ക് ഒന്നും തുടങ്ങേണ്ടി വരും, പക്ഷെ ഒന്നും തുടങ്ങിയാലും പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് 9 ദിവസത്തെ വളർച്ച ഉണ്ടാക്കാം. എങ്ങനെയാണത്? എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇപ്പം നിങ്ങൾ ക്ഷമിക്കണതും, ഒരാളെ സഹായിക്കണതും, ഒരാളുടെ കൂടെ തുണയാത്ര പോണതും, ഒരാൾക്ക് പഠന സഹായം ചെയ്തു കൊടുക്കുന്നതും എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ആയിരിക്കണം. അപ്പോൾ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് ഭയങ്കരമായ ഇൻകമാണ്, വരുമാനം. നമുക്ക് നാളെ അത് നല്ലതായിട്ട് കാണാം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ ചെയ്യുക. ഇന്നത്തെ ദിവസം ഭാസുരമാകട്ടെ. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് സേതുലക്ഷ്മി എന്നാണ്. ഞാൻ മുണ്ടക്കയം ഏന്തയാറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി 2023 മെയ് മാസം 23-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് 2021 ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. കൃപാസന മാതാവിൻ്റെ പത്രം എൻ്റെ വീടിനടുത്തുള്ളൊരു ചേച്ചിയാണ് എനിക്ക് ആദ്യമായിട്ട് തരുന്നത്. അന്നേരം ചേച്ചി ഇങ്ങനെ പറയുമായിരുന്നു, മോളെ നീ എത്രയും പെട്ടെന്ന് തന്നെ കൃപാസനത്തിൽ പോകണമെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം ഒന്നും വന്നിട്ടില്ല. അതിനുശേഷം 2023 ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് IELTS പഠിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത മേഡം പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന സമയത്ത് എനിക്കിങ്ങനെ UK ഡൊമിസിലറി കെയറിൻ്റെ ഒരു പുറത്തേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം 3 മാസം നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു. അധികമായിട്ട് കാരുണ്യപ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ല ആ സമയത്ത്. പിന്നെ ഉടമ്പടി വന്ന് പുതുക്കിയതിന് ശേഷമാണ് ഒരുപാട് മാറ്റങ്ങളുണ്ടായത്. അതിനുശേഷം ജപമാല, സമ്പൂർണ്ണ ജപമാല എനിക്ക് 1 മണിക്കൂർ നിന്ന് ചൊല്ലാനുള്ള ഒരു കൃപ ലഭിച്ചു. അതുപോലെ തന്നെ മാതാവിനോട് കൂടുതലായിട്ട് അടുത്തു. അപ്പം മാതാവ് ഈശോയെ നമ്മുടെ കൈ പിടിപ്പിച്ച് തരുന്നൊരു അനുഭവമായിരുന്നു. അങ്ങനെ ബൈബിൾ എനിക്ക് കിട്ടി. ബൈബിൾ കൂടുതലായിട്ട് വായിക്കാനുള്ളൊരു അഭിഷേകം ലഭിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ഫുൾ ടൈം കൃപാസനത്തിൻ്റെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഫുൾ ടൈം സാക്ഷ്യം കേട്ടു, അച്ഛൻ്റെ ധ്യാനം കേട്ടു. അതുപോലെ തന്നെ വിജയകുമാർ സാറിൻ്റെ ടോക്കുണ്ട്, അനുഭവ സാക്ഷ്യം, അത് കേട്ടു. ഫുൾ ടൈം കൃപാസനം തന്നെയായിരുന്നു. അങ്ങനെ പോയി നിയോഗങ്ങളെല്ലാം മറന്നു. ഫുൾ ടൈം ഈശോയോട് കൂടുതലായിട്ട് അടുക്കാൻ സാധിച്ചു. അങ്ങനെ ഈ UK വന്നപ്പം തന്നെ അതിന് 10 ലക്ഷം രൂപ വേണമായിരുന്നു. അങ്ങനെ ബാങ്കിൽ ചെന്നപ്പം അവർ പറഞ്ഞു നമുക്ക് വാലുവേഷൻ ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് ലോൺ കിട്ടത്തില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്ന് ഞാൻ വീട്ടിൽ വന്ന് 2 പച്ച മെഴുകുതിരിയും നീല മെഴുകുതിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. അന്നേരം ഒരു 2023 സെപ്റ്റംബർ 14 തീയതിയാണ് പച്ച മെഴുകുതിരിയുന്ന 7 എന്ന് പറഞ്ഞ ലെറ്റർ ഉരുകി വീണു. അപ്പോൾ ഞാൻ ഒരുപാട് സാക്ഷ്യം കേൾക്കുന്നതുകൊണ്ട് എനിക്കറിയായിരുന്നു എന്തോ വലിയൊരു അത്ഭുതം സംഭവിക്കാനാണെന്നറിയായിരുന്നു. അന്ന് മുതലേ ഞാൻ അതൊരു എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം പോയി കുറച്ച് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി തന്നെ നിന്നു. പിന്നെ ഒരു 2025 ഒരു സെപ്റ്റംബർ മാസം ആയപ്പം എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് അയർലൻഡിലേക്കുള്ള ഒരു കുട്ടികളുടെ ഹോമിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അത് ഫ്രീ റിക്രൂട്ട്മെൻറ്റാണ്, 5 പൈസ പോലും കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഞാനന്നേരം വലിയതായിട്ടത് മൈൻഡ് ചെയ്തില്ല. കാരണം നമ്മൾ നേരത്തെ നോക്കിയിട്ടൊന്നും നടക്കാത്തത് കൊണ്ട് മൈൻഡ് ചെയ്തേയില്ല. അങ്ങനെ നവംബർ 4 തീയതി അതിൻ്റെ ഇൻ്റർവ്യൂ വന്നു. ഞാൻ ഇവിടെ വന്ന് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. ഇവിടെ വന്ന് മാതാവിനെ ഈശോനെ വിളിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ 4 തന്നെ റിസൾട്ട് വന്നു, അതിന് പാസ്സായി. പിന്നെ എല്ലാം സമയ ചുരുക്കത്തിലായിരുന്നു നടന്നത്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടന്നു. അങ്ങനെ ഈ 2026 മാർച്ച് മാസം വന്ന് ഞാൻ മാർച്ച് മാസം 12 തീയതി വിസയ്ക്ക് വേണ്ടി വെച്ചു. ഏപ്രിൽ 7 തീയതി ഇവിടെ വന്ന 7ാമത്തെ ഉടമ്പടി പുതുക്കി. അങ്ങനെ മെയ് മാസം 5 തീയതി ഞാൻ പള്ളിയിൽ പോയി കുർബാന കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, വിസ ഡിസ്പാച്ച്ഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. അങ്ങനെ ഞാനത് ഏജൻസിക്ക് അയച്ചു കൊടുത്തപ്പോൾ ഇവിടെ ചൊവ്വാഴ്ചയായിരുന്നു, അച്ഛൻ്റെ ധ്യാനം നടക്കുന്ന സമയത്ത് തന്നെ അവരെനിക്ക് അപ്രൂവ്ഡ് ആയെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചു. അങ്ങനെ മെയ് മാസം 7 തീയതി തന്നെ എനിക്ക് വിസ കിട്ടി. അന്ന് 2023 എൻ്റെ മെഴുകുതിരിയിൽ നിന്ന് അടർന്ന് വീണ ആ 7 തീയതിയിലാണ് എനിക്ക് വിസ വന്നത്. ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പത്രം കൊടുത്തിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, പൊൻകുന്നം, കോട്ടയം, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ പോയിട്ടുണ്ട്. കൂടുതലായിട്ടും ഓട്ടോക്കാർക്കൊക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തൊരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പട്ടുമല പള്ളിയുടെ പുറകിൽ അവിടെ തമിഴ് ആൾക്കാർ താമസിക്കുന്ന ലയങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി തമിഴ് പത്രം വാങ്ങിച്ച് ഓരോ വീടുകളിലും കയറി ഇറങ്ങി. വേറൊരു ചേച്ചിയും ഉണ്ടായിരുന്നു, ഞങ്ങൾ 2 പേരുടെയാണ് പോകുന്നത്. കാശുരൂപവും പത്രവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാരുണ്യപ്രവൃത്തി ആണേലും നമ്മളോട് ആര് കൈ നീട്ടിയാലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏന്ത്യയിലൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്, അവിടെ അമ്മമാരുടെ പാത്രം കഴുകി കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി അതൊക്കെ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ജീവിക്കുന്ന ദൈവം യേശുക്രിസ്തു ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് എനിക്ക് ബൈബിൾ വായിക്കാൻ, എനിക്ക് ഈശോയെ അറിയത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇവിടെ വന്ന് ജോസഫ് അച്ഛനാണ് അതിനുള്ളൊരു അനുഗ്രഹം നമുക്ക് തന്നത്. ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈശോയെ അറിഞ്ഞത്. അതുപോലെ ബൈബിള് മുട്ടി നിന്ന് 1 മണിക്കൂർ ജപമാല ചൊല്ലാനും അതുപോലെ തന്നെ 1 മണിക്കൂർ ബൈബിൾ വായിക്കാനുള്ളൊരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ജപമാലയും രാവിലെയും വൈകിട്ടും ഞാൻ സായാജ്ഞ പ്രാർത്ഥന വൈകിട്ടും കൂടുന്നുണ്ട്, രാവിലെ ഡെയിലി ബ്രെഡ് കൂടുന്നുണ്ട്. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. സങ്കീർത്തനം 107 7-ാം വചനമാണ്. ദൈവം തൻ്റെ ജനത്തെ കഷ്ടതകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കൈപിടിച്ച് നേർവഴിക്ക് നയിക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. മരുഭൂമിയിൽ വഴിതെറ്റിയ മക്കൾക്ക് വഴികാട്ടിയായി നിന്ന ദൈവമാണ് ഇന്ന് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നേർവഴിക്ക് നമ്മുടെ കൂടെയുള്ള ആ ദൈവം. ഇന്നും ഉടമ്പടി ദൈവത്തെ കണ്ടെത്താൻ നമ്മെ ഇടയാക്കുന്ന ഒരു വലിയ നടപടിയാണ്, ഒരു വലിയ പദ്ധതിയാണ്. നമ്മുടെ ജീവിതത്തിൽ കൺഫ്യൂസ്ഡ് ആകുന്ന നിമിഷങ്ങളിൽ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, യാതൊരു വഴിയുമില്ല എന്ന് ഓർത്തിരിക്കുമ്പോൾ നമ്മെ തിരിച്ച് സമാധാനത്തിൻ്റെ വഴിയിലൂടെ ആ സമാധാനത്തിൻ്റെ നഗരത്തിലേക്ക്, വാസയോഗ്യമായ ആ നഗരത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. മരുഭൂമിയിൽ അലഞ്ഞു നടന്ന ആ മനുഷ്യരെ വിശ്വാസത്തിലൂടെ ആത്മീയ സുരക്ഷ നൽകുന്ന ആ ദൈവമാണ് ഇന്നും നമുക്ക് ആത്മീയ സുരക്ഷ നൽകി നമ്മുടെ കൂടെ നടത്തുന്ന ജീവിതയാത്രയിൽ നമ്മുടെ കൂടെയുള്ള വാഗ്ദാന പേടകമായ ആ ദൈവം. അങ്ങനെയുള്ള ആ ദൈവത്തിൻ്റെ സംരക്ഷണവും സ്നേഹവും പരിപാലനയും അടുത്തറിഞ്ഞ ഒരു വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് സേതുലക്ഷ്മി നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകളുടെ ജീവിതത്തിൽ IELTS പഠനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മാഡമാണ് ഈ മക്കളോട്, അതായത് 3 സ്റ്റുഡൻസാണ് ഉണ്ടായിരുന്നത്,
ആ പഠിപ്പിച്ച മാഡം തന്നെയാണ് ഈ മക്കളോട് പറഞ്ഞത്, ഉടമ്പടി എടുക്കുക, വിദേശത്ത് പോകാനുള്ള എല്ലാ കാര്യവും അമ്മ മാതാവ് കൃപാസനം അമ്മ നിങ്ങളെ സഹായിക്കുമെന്ന്. അതിന് പ്രകാരം ഈ മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. 3 കുട്ടികളും 3 സ്റ്റുഡൻസും പാസ്സായി. പിന്നീട് യു കെക്ക് പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏകദേശം 10 ലക്ഷത്തോളമാണ് ആവശ്യമായി വന്നത്. പക്ഷെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ നടുവിൽ എഡ്യൂക്കേഷൻ ലോൺ പോലും കിട്ടാത്ത ആ അവസ്ഥയിൽ വീണ്ടും ഒരു തളർന്ന നിമിഷങ്ങളാണ്. എന്ന് വെച്ചാൽ മുന്നോട്ട് പോകാനായിട്ടാവുന്നില്ല. പിന്നീടാണ് ലോൺ കിട്ടില്ല എന്ന് പറയുന്നത്. ആ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കിടയിൽ മെഴുകുതിരിയിൽ 7 എന്ന അക്കം വളരെ വ്യക്തമായിട്ട് തന്നെ അത് തെളിഞ്ഞു വന്നു. അതുമായിട്ടാണ് ഈ മകൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഇന്ന് വന്നിരിക്കുന്നത്. അവിടെ ഈ മകൾ ആലോചിച്ചു എന്തായിരിക്കാം ഈ 7 എന്ന അക്കത്തിൻ്റെ അർത്ഥം. പിന്നീട് ഡിസംബർ 7-ാം തീയതി ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. പിന്നീടാണ് പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് MSW കംപ്ലീറ്റ് ആയ ഈ മകൾ വേറൊരു സ്ഥലത്തേക്കുള്ള ഒരു വേക്കൻസിയെ പറ്റി അറിയുകയും അങ്ങോട്ട് തന്നെ ഉള്ള പേപ്പർ വർക്കെല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാകുന്നത്. ഏപ്രിൽ 7-ന് ഈ മകൾ 7ാമത്തെ പ്രാവശ്യമാണ് ഉടമ്പടി പുതുക്കുന്നത്. ഉടമ്പടിയിൽ സ്ഥിരതയോടെ നിലനിൽക്കുന്ന ഒരു മകളാണ് സേതുലക്ഷ്മി. ഏപ്രിൽ 7-ാം തീയതി 7ാമത്തെ പുതുക്കലിന് ശേഷം, അതായത് ഒന്നും തളർത്താതെ കിട്ടുന്ന കാര്യങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ട് കിട്ടിയാലും കിട്ടിയില്ലേലും ഉടമ്പടിയിൽ വിശ്വസ്തയോടെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് സേതുലക്ഷ്മി മുന്നോട്ട് നീങ്ങിയത്. അങ്ങനെ 7ാമത്തെ പ്രാവശ്യം ഏപ്രിൽ 7-ാം തീയതി വന്ന് പുതുക്കിയതിന് ശേഷം മെയ് 7-ന് തന്നെയാണ് വിസ കിട്ടുന്നത്. ആ കാണിച്ച മെഴുകുതിരിയിൽ വന്ന 7 പിന്നീടാണ് മനസ്സിലായത് അമ്മ കാണിച്ചു തന്ന 7 അമ്മയുടെ സാന്നിധ്യത്തിലുള്ളത് തന്നെയാണ്. അമ്മ തന്ന ഗിഫ്റ്റാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഡിസംബർ 7, 2004 ഡിസംബർ 7-ാം തീയതി 2:30 ആ 7 എന്ന അക്കം മെഴുകുതിരിയിൽ കാണിച്ചു കൊടുത്തത് ഈ മെയ് 7-ാം തീയതി വിസ ലഭിച്ചതുമായിട്ട് വളരെ ഏറെ കണക്ഷനുണ്ട്. കാരണം അമ്മ തന്ന അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഒരു വിസ എന്ന് കാണിക്കുന്ന ഒരു വലിയ അടയാളമായിട്ടാണ് മെയ് 7-ാം തീയതി വിസ ഈ മകളുടെ കയ്യിൽ കിട്ടുക. പിന്നീട് പേപ്പർ വർക്കെല്ലാം ക്ലിയറായി അയർലൻഡിൽ പോകാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് സേതുലക്ഷ്മി ഇന്ന് ദൈവത്തിനും ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാനാണ് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. എല്ലാ നല്ല കാര്യങ്ങളും നടത്തി വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടെ നിന്ന് നേർവഴിക്ക് നയിച്ചു എന്നത് എല്ലാ കാര്യത്തിലും. ഒരുപക്ഷെ ആദ്യം ഈ മകൾ ശ്രമിച്ച UK പോകാനാണ്. പക്ഷെങ്കിൽ അവിടെയെല്ലാം തടസ്സങ്ങളായിരുന്നു. അതെല്ലാം ആ തടസ്സങ്ങളുണ്ടായിരുന്ന അതിനിടയിൽ കൂടിയാണ് പുതിയ ഒരു വാതിൽ അമ്മ മാതാവ് തുറന്നു കൊടുക്കുന്നത്. ഒരു ചിലവുമില്ലാതെ ഒരു എക്സ്പെൻസും ഇല്ലാതെ യാതൊരു ചിലവുമില്ലാതെ ഇവിടെ 10 ലക്ഷം പറഞ്ഞത് ഇവിടെ ഒരു ചിലവുമില്ലാതെയാണ് ഇന്ന് ഈ മകൾക്ക് വിസയും ടിക്കറ്റും എല്ലാം കിട്ടി ഇപ്പോൾ അയർലൻഡിന് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നത്. ഇതാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാത്തിരുന്നാലും വെറുതെ ആയിരിക്കില്ല നമ്മുടെ കാത്തിരിപ്പ്. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു വലിയ പദ്ധതിയുണ്ട്. നമ്മൾ പൈസ ഇല്ല, കാശില്ല, എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് നെട്ടുപോട്ടം ഓടുമ്പോൾ സേതുലക്ഷ്മി 7 പ്രാവശ്യം പുതുക്കി വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. ഈശോയും അമ്മയും ഒരു വഴി തുറന്നു തരുമെന്ന വിശ്വാസത്തിൽ. അങ്ങനെയാണ് സങ്കീർത്തനം 107:7 സേതുലക്ഷ്മിയുടെ ജീവിതത്തിൽ വളരെ വ്യക്തമാണ്. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചുവെന്ന്. ആ നേർവഴിയുള്ളത് ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടിയിൽ വിശ്വസ്തയോടെ സ്ഥിരതയോടെ നിലനിൽക്കുവാൻ സേതുലക്ഷ്മിക്ക് സാധിച്ചു. ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പരാജയങ്ങളാവാം, തടസ്സങ്ങളാവാം. എന്തു തന്നെ ആയാലും ഈ തടസ്സങ്ങളെല്ലാം മാറ്റി ഈശോയും അമ്മയും കൂടെ നിന്ന് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് എനിക്കൊരു വാസയോഗ്യമായ നഗരത്തിലെത്തുവാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതവും കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. തിരിയിൽ വന്ന ആ ദൈവ സാന്നിധ്യം അമ്മയുടെ സാന്നിധ്യമാണ്. നമ്മുടെ ജീവിതത്തിലും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കൺഫ്യൂസ്ഡ് സ്റ്റേജുകളിലും സാഹചര്യങ്ങളിലും പ്രാർത്ഥനയിലൂടെ ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്കും തിരിച്ചു വരാം. വഴിതെറ്റിയ വ്യക്തികളെന്ന പോലെ ഈശോയും അമ്മയും തിരിച്ചു കൊണ്ടുപോകുന്ന പോലെ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ലെങ്കിലും ഈശോയിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ച്
ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മയെയും ആ ശരിയായ നേർവഴിക്ക് നടത്തുന്ന ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൃപാസന ഉടമ്പടി ജീവിതം ഒരു ദൈവത്തിലേക്ക് നമ്മെ സമർപ്പിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ്. ആ ആത്മീയ യാത്രയിൽ പരിശുദ്ധമ്മ കൃപാസന അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ആത്മീയ യാത്ര നമുക്ക് മുന്നോട്ട് നയിക്കാം. സേതുലക്ഷ്മിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. പരിപാവനമായ അൾത്താരയിൽ വന്നു നിന്ന് പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അനിമോൾ സെബാസ്റ്റ്യൻ. ഇതെൻ്റെ മകൾ സന സെബാസ്റ്റ്യൻ. ഞങ്ങൾ വരുന്നത് അങ്കമാലി, എറണാകുളം അങ്കമാലി അതിരൂപത മഞ്ഞപ്ര ഫൊറോനയിൽ നിന്നുമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഏപ്രിൽ മാസമായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉടമ്പടി ബ്രേക്കായിപ്പോയി. എനിക്ക് തന്നെ മനസ്സിലായി എൻ്റെ ഉടമ്പടി ശരിയായ രീതിയിലല്ല പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. എന്നെനിക്ക് കറക്റ്റായിട്ട് ഉടമ്പടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അന്ന് മാത്രമേ ഞാൻ ഉടമ്പടി പുതുക്കുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു പ്രതിസന്ധി. ഞങ്ങൾക്ക് ചെറിയൊരു ബിസിനസ്സാണ്. ബിസിനസ് ആവശ്യത്തിനായിട്ട് ഞങ്ങൾക്ക് ഒരു ലോൺ ഉണ്ടായിരുന്നു. ലോൺ എടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് ഒരു ഫണ്ട് ഞങ്ങൾ കണ്ടിട്ടാണ് ലോൺ എടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിട്ടികളുണ്ടായിരുന്നു. എല്ലാം വലിയ ചിട്ടികളായിരുന്നു. അപ്പോൾ ആ ചിട്ടികൾ കിട്ടുമ്പോൾ തന്നെ ഞങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്യാം എന്ന് ഉള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ലോൺ എടുത്തു. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഞങ്ങൾക്ക് ലോൺ ക്ലോസ് ചെയ്യാൻ സാധിച്ചില്ല. ഞങ്ങൾ എമൗണ്ട് ഫിക്സഡ് ഇടേണ്ടി വന്നു. ആ ചിട്ടി കിട്ടിയിട്ട് ആ എമൗണ്ട് എടുക്കാനായിട്ട് ഞങ്ങൾ ബാങ്കിലേക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾക്ക് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഞങ്ങൾ ലോൺ എടുത്തത്. ആ പ്രോപ്പർട്ടി റിലീസ് ചെയ്യണമെങ്കിൽ ഫണ്ട് അടച്ച് 3 ദിവസം നമുക്ക് സമയം വേണം. ആ 3 ദിവസത്തിന് ശേഷം മാത്രമേ നമുക്ക് പ്രോപ്പർട്ടി അവർ റിലീസ് ചെയ്ത് തരുകയുള്ളൂ. അത് യൂണിയൻ ബാങ്ക് ആയതുകൊണ്ട് മാത്രം. വേറെ ഏത് ബാങ്ക് ആയിരുന്നെങ്കിലും ഞങ്ങൾക്ക് പ്രോപ്പർട്ടി ടേക്ക് ഓവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ബാങ്ക് യൂണിയൻ ബാങ്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള വഴികളൊക്കെ അടഞ്ഞു. കാരണം ഞങ്ങൾക്ക് വേറെ പ്രോപ്പർട്ടി ഇല്ല. ഞങ്ങളുടെ ആ ഒരൊറ്റ പ്രോപ്പർട്ടി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അത് ഞങ്ങൾക്ക് KSF-ലേക്ക് കൊടുത്താൽ മാത്രമേ ആ ഒരു ഫണ്ട് ഞങ്ങൾക്ക് തരൂ. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ അപ്പോഴും ഞാൻ ഉടമ്പടി പുതുക്കണതിനെക്കുറിച്ച് ആലോചിച്ചില്ല എന്ന് തന്നെ പറയാം. ഞാൻ വീണ്ടും ഞങ്ങളുടേതായ രീതിയിൽ, മാനുഷികമായ രീതിയിൽ നമ്മൾ പല വഴികളും ശ്രമിക്കുമല്ലോ. ആ വഴികളെല്ലാം ഞങ്ങൾ നോക്കി. ഏകദേശം ഒരു വർഷത്തോളം ഞങ്ങൾ ആ പ്രശ്നത്തിൻ്റെ പുറകെ ഞങ്ങൾ നടന്നു. പക്ഷെ ഞങ്ങളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പലരും ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും ആ സമയമായപ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞു. പക്ഷെ അവിടെ നിന്ന് തുടങ്ങി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് ഞങ്ങൾക്ക് ഫണ്ടില്ലാതെയായി. ഞങ്ങളുടെ കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകാതെയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ മാതാവിനെ പിടിച്ചാലേ ഇനി നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമെന്ന്. വീണ്ടും ഞാൻ വന്ന് അമ്മ മാതാവിനോട് മാപ്പ് പറഞ്ഞ് ഉടമ്പടി പുതുക്കി. ആ ഉടമ്പടി പുതുക്കി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം ചോദിച്ച വ്യക്തികൾ തന്നെ ഇങ്ങോട്ട് വന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി, നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം, നമുക്കൊരു വഴി കാണാം എന്ന് പറഞ്ഞ്. അങ്ങനെ 10 വ്യക്തികളുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് ആ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റിയത്. അത് നിങ്ങൾ കേൾക്കുമ്പോൾ എത്രത്തോളം ഇത് തോന്നുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ആ സമയത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരവസ്ഥയായിരുന്നു. അത് ഫേസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനേലും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ അമ്മയോട് ഉടമ്പടിയിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോയി ഞങ്ങൾ 2 പേരും. ഹസ്ബൻഡ് ആദ്യം പള്ളിയിൽ വരാൻ ഇച്ചിരി മടിയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരും ഒരുമിച്ച്, മോളും കൂടി വരും. ഞങ്ങൾ 3 പേരും കൂടിയാണ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ ഈ പ്രശ്നം, ഞങ്ങൾ 1 വർഷം നോക്കിയിട്ട് നടക്കാത്ത കാര്യം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അമ്മ മാതാവ് പരിഹരിച്ചു തന്നു. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തോളാം. അമ്മ എന്നെ സഹായിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ റാലിയിൽ പങ്കെടുക്കും. എനിക്ക് ശരിക്കും നടക്കുക എന്നുള്ള 10 മിനിറ്റ് കൂടുതൽ പോലും എനിക്ക് നടക്കാൻ പറ്റില്ല. കാരണം വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉണ്ട്. അത് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എനിക്ക് നടക്കുമ്പോൾ ഭയങ്കര കാലുവേദനയാണ്. പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ എനിക്ക് നടക്കാൻ സാധിക്കണമെങ്കിൽ അമ്മ എൻ്റെ കരം പിടിക്കണം, എങ്കിലേ എനിക്ക് നടക്കാൻ സാധിക്കൂ. പക്ഷെ ഞാൻ വരും, ഞാൻ എങ്ങനെയായാലും ഉടമ്പടി റാലിയിൽ ഞാൻ പങ്കെടുക്കും, ജപമാല റാലിയിൽ ഞാൻ പങ്കെടുക്കും അമ്മയെന്ന് പറഞ്ഞു തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ശരിക്കും ഒക്ടോബർ 26-ാം തീയതി 2024 ജപമാല റാലി 26-ാം തീയതിക്ക് മുമ്പ്, കറക്റ്റ് ഒരാഴ്ച മുമ്പ് തന്നെ ഞങ്ങളുടെ ഈ പ്രശ്നം അമ്മ പരിഹരിച്ചു തന്നു. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ആ ജപമാല റാലിയിൽ 1 മിനിറ്റ് പോലും ഇരിക്കാതെ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ ജപമാല ചൊല്ലി
ആ ജമാൽ റാലി ഞാൻ പൂർത്തിയാക്കി. അതൊരു സാക്ഷ്യമാണ്, എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് എൻ്റെ മകളുടെ സാക്ഷ്യമാണ്. ഇതും കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് പാസ്സായതാണ്. സാക്ഷ്യം പറയാൻ വൈകിപ്പോയതിലും അമ്മയോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. എൻ്റെ മകൾ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതി. അവൾക്ക് മാത്സ് എന്ന വിഷയം കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്, കരച്ചില്ല, പഠിക്കില്ല. മാത്സ് എടുക്കുമ്പോൾ പറയും വേറെ ഏതെങ്കിലും വിഷയം ഞാൻ പഠിച്ചോളാം, പക്ഷെ മാത്സ് പഠിക്കണ കാര്യം മാത്രം അമ്മ എന്നോട് പറയരുത്. അതെനിക്ക് പറ്റില്ല അമ്മ, ബാക്കി എല്ലാ വിഷയത്തിനും ഞാൻ മാർക്ക് മേടിക്കും, പക്ഷെ മാത്സിന് എനിക്ക് പറ്റില്ല. ശരിക്കും പറഞ്ഞ പാസ് മാർക്ക് പോലും കിട്ടാത്ത എക്സാമുകൾ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കും, അമ്മ നീ അമ്മകളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ അമ്മ നീ ഒന്ന് സഹായിച്ചേക്കണേന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. അപ്പോൾ ഇവളും പ്രാർത്ഥിക്കുന്നുണ്ട്, ഉടമ്പടി വസ്തുക്കളൊക്കെ ഇവൾക്ക് ഞാൻ കൊടുക്കണുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് ഇവൾക്ക് പരീക്ഷ എഴുതി. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉടമ്പടി തൈലം ഞാൻ ഇവളുടെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചാണ് ഇവൾ പരീക്ഷയ്ക്ക് വിടുന്നത്. ഉടമ്പടി ഉപ്പ് ഞാൻ കൊടുത്തു വിടും. അങ്ങനെ ഇവൾ നന്നായി തന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്നപ്പോഴും ഇവൾക്ക് മാത്സിൻ്റെ പരീക്ഷ കഴിഞ്ഞ് അന്ന് ഇവൾ ഭയങ്കര കരച്ചില്ല. എന്നോട് പറയും, അമ്മേ എനിക്ക് മാത്സ് പരീക്ഷ പാടായിരുന്നു, ഞാൻ എനിക്ക് അമ്മ മാർക്ക് അതിനമ്മ പ്രതീക്ഷിക്കരുത്, ബാക്കി എല്ലാത്തിനും എനിക്ക് A+ കിട്ടുമായിരിക്കും, പക്ഷെ മാത്സിന് അമ്മ പ്രതീക്ഷിക്കരുത്, എനിക്ക് മാത്സ് പാസ്സാവുമെന്ന് തന്നെ എനിക്ക് പേടി എന്നാണ് ഇവൾ പറയണേ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, മാത്സിന് മാർക്ക് ഉണ്ടാവും, അമ്മ തരും. അങ്ങനെ പറഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ 98% മാർക്ക്, 9 വിഷയങ്ങൾക്ക് A+ഉം മാത്സിന് A ഗ്രേഡും നൽകി പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അടുത്തതായിട്ട് എനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ വഴി ലഭിച്ച സാക്ഷ്യമാണ്. എനിക്ക് വല്ലാത്ത മുട്ടുവേദന, പെട്ടെന്നൊരു ദിവസം മുട്ടുവേദന. ആ മുട്ടുവേദന വന്നപ്പോൾ അസഹ്യമായ വേദന. നമുക്ക് സ്ത്രീകൾക്കറിയാം, മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടാണ്. ആ വേദന വന്നപ്പോൾ ഞാനിങ്ങനെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ, എൻ്റെ അമ്മേ എനിക്ക് ഈ മുട്ടുവേദന വെച്ചിട്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റണില്ല, എന്നെ സഹായിക്കാനായിട്ട് വീട്ടിലെനിക്ക് പാരൻസ് വേറെ ആരും ഇല്ല, ഞങ്ങൾ 3 മക്കളും ഹസ്ബൻഡും ഞാനുമാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ജോലി എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അമ്മ എന്നെ ഒന്ന് സഹായിക്കമ്മ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഉടമ്പടി നേർച്ച വസ്തു, ഉടമ്പടി തൈലം ഞാൻ പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് അത്രയും ശക്തമായ മുട്ടുവേദന എനിക്ക് വന്നിട്ടില്ല. ആ വേദന പിറ്റേ ദിവസം എവിടെ പോയെന്നറിയാത്ത വിധം പരിശുദ്ധ അമ്മ എനിക്ക് സൗഖ്യം നൽകി. പിന്നെ എൻ്റെ ഉടമ്പടി ജീവിതത്തിലെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ തൊട്ട് അടുത്ത് തന്നെ ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു മെൻ്റൽ റിട്ടയർഡായിട്ടുള്ള ചേച്ചിമാരെ താമസിക്കുന്നൊരു സ്ഥാപനമുണ്ട്. അവിടെ ഞാൻ മിക്കവാറും 15 ദിവസം കൂടുമ്പോൾ ഞാൻ പോവാറുണ്ട്. അവർക്കിടെ റൂമുകളും ബാത്റൂമും ഒക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാനും അവർക്ക് ആവശ്യമായ എന്തെങ്കിലും ഫുഡ്, മിക്കവാറും എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയോ പായസമോ സ്നാക്സോ എന്തെങ്കിലും ഫുഡും കൊടുക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കൊണ്ടുപോയി അവർക്ക് കൊടുക്കുകയും അവരെ കാണുകയൊക്കെ ചെയ്യാറുണ്ട്. സിസ്റ്റേഴ്സിനും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്നവരെ ആരെയും ഭക്ഷണത്തിനായിട്ടായാലും അല്ലാതെയായിട്ടായാലും വരുന്നവരെ ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ല. എന്നെക്കൊണ്ട് സാധിക്കാവുന്ന വിധത്തിൽ ചെറുതായാലും ഞാൻ എന്തെങ്കിലും കൊടുത്തേ അവരെ വിടാറുള്ളൂ. അതാണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് പത്രം വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. പത്രം കൊണ്ടുപോയിട്ട് ഞാൻ മിക്കവാറും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കാറുണ്ട്. തൊട്ടടുത്തും ഞാൻ പത്രം വീടുകളിലും ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പരിശുദ്ധമ്മ നൽകിയ അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു തന്നെയാണ് പത്രം കൊടുക്കാറ്. ഇടയ്ക്ക് എൻ്റെ മക്കളെയും കൂട്ടിയിട്ടാണ് ഞാൻ പത്രപ്രവർത്തനത്തിന് പോകാറുള്ളത്. അവർക്കും വളരെ വിശ്വാസമാണ്. ഇവൾ പറയുക, എന്നോട് ഇടയ്ക്ക് ചോദിക്കും, അമ്മ എനിക്ക് എങ്ങനെ ഈ മാർക്ക് കിട്ടിയെന്ന് അമ്മ വിചാരിക്കണേ, ഞാൻ എഴുതിയിട്ടല്ല, എനിക്കങ്ങനെ മാർക്ക് കിട്ടാനായിട്ട് ഞാനൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ അവൾക്കും മാതാവിനോട് വലിയ വിശ്വാസമാണ്. ഇപ്പോഴും അവൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും മാതാവിനോട് ശക്തിയായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മ മാതാവ് ഈശോയും ഞങ്ങൾക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സ്നേഹിക്കുന്ന സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. അനിമോൾ എന്ന ഈ സഹോദരി അമ്മ മകളോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമ്മയോട് ഏറ്റുപറയുന്നത്, ഈശോ അവർക്ക് ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാൻ വേണ്ടിയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അവരുടെ കരം പിടിച്ച് പരിശുദ്ധ അമ്മ അവരെ ഈശോയിലേക്ക് അടുപ്പിച്ച് അവരുടെ സങ്കടങ്ങളിൽ, വലിയ ബിസിനസ് തകർന്നപ്പോഴുണ്ടായ വലിയ സങ്കടങ്ങളിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ചേർത്ത് പിടിച്ചതെന്നതിൻ്റെ സാക്ഷ്യമായിരുന്നു. 2024 ജപമാല റാലിയിലാണ് ആ സാക്ഷ്യത്തിന് അവർക്ക് സാക്ഷിയായി നിൽക്കാനുള്ള ഒരു വലിയ സാധ്യത അവർക്ക് ലഭിച്ചത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കറിയാം, കടമെടുത്താലും ലോൺ എടുത്താലും
എത്ര തന്നെ കടക്കണിയിൽ ഇന്ന് മുങ്ങി നിൽക്കുന്നവർക്കെല്ലാം ഇന്ന് അമ്മ കരം പിടിച്ചുയർത്തിയ 10,000-കണക്കിന് സാക്ഷ്യങ്ങളാണ് ഇന്ന് ഈ അൾത്താരയിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അവർക്കെല്ലാം അവരുടേതായ ഒരു ദൈവാനുഭവം ഈ അൾത്താരയിലേറ്റ് പറയാനുണ്ട്. പരിശുദ്ധ അമ്മ വ്യത്യസ്തങ്ങളായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഇടപെടുകയും അവരുടെ നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗവും അവരെപ്പോഴെല്ലാം ഈ പരിശുദ്ധ അമ്മയെ വിളിക്കുന്നു ആ വിളി കേൾക്കുന്ന ഒരു ദൈവാനുഭവം അവർക്കുണ്ടാവുകയാണ്. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ഇവർക്ക് കൃത്യമായും ആ കമ്മ്യൂണിക്കേഷൻ അവർക്ക് കൃത്യമായി നൽകുമായിരുന്നു. ഈ അനിമോൾ എപ്പോഴും പ്രാർത്ഥിക്കുക, അമ്മേ എന്നെ കൈവിടല്ലേ. അമ്മ ഒരിക്കലും കൈവിടുന്നില്ല. അമ്മ എപ്പോഴും നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഒരു ജീവിതാനുഭവം അവർക്ക് അവരുടെ ഇതൊരു ഉടമ്പടി ഒരു ജീവിതക്രമമാകുവാൻ അവരെ സഹായിച്ചു എന്ന് ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ മക്കളുടെ വിശ്വാസം വർദ്ധിക്കുവാനും വിശ്വസ്തരായി ജീവിക്കുവാനും മകളുടെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് എല്ലാ പ്രാവശ്യവും മാത്സിൽ തോറ്റുപോകുന്ന അല്ലെങ്കിൽ വളരെ ചുരുക്കം മാർക്ക് ലഭിക്കുന്ന ഈ മകളിന്ന് എ ഗ്രേഡ് 10th ക്ലാസ്സിൽ 10th ഫൈനൽ എക്സാമിൽ മാത്സ് എ ഗ്രേഡ് പാസ്സായിട്ടാണ് അവളിവിടെ നിൽക്കുന്നത്. 98% മാർക്ക് ഒരു മകൾക്ക് ലഭിച്ചു എന്നുള്ളതിൽ അതൊരു അത്ഭുതമല്ലാതെ മറ്റൊന്നല്ല. മകളും കൃത്യമായി നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും വാത്സല്യവും ഈശോയുടെ അനുഗ്രഹവും ഈ മകൾക്ക് പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. അവരെപ്പോഴും ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാൻ അവരുടെ കുടുംബം എന്ന് പ്രയത്നിക്കുന്നു. വിശ്വസ്തരാവുക, അബ്രാഹത്തോട് പറഞ്ഞത് അങ്ങനെയാണ്, നീ എൻ്റെ മുമ്പിൽ നടക്കുക, ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഉടമ്പടി ചെയ്യുന്നവരൊരിക്കലും ഉഴപ്പരുത് എന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉടമ്പടി ഉഴപ്പുമ്പോഴാണ് ഒരു പക്ഷേ അനുഗ്രഹം കിട്ടിയതിന് ശേഷം നാം ബൈ ബൈ പറഞ്ഞു പോകുന്നു. പിന്നീടൊരു തടസ്സങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ ഓടി വരാനുള്ള അല്ലെങ്കിൽ ഈശോ ഒരു പ്രൊവൈഡറാണ് എന്ന് നാം ഒരിക്കലും കരുതരുത്. ഈശോ വിശ്വസ്തനാണ്. വാഗ്ദാനങ്ങളിൽ ദൈവം വിശ്വസ്തനായതുപോലെ തന്നെ നമ്മുടെ വാഗ്ദാനങ്ങളിൽ നമുക്ക് എപ്പോഴും വിശ്വസ്തരായിരിക്കാം. അനിമോളിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും നിയോഗങ്ങളെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കടക്കണിയിലായിരിക്കുന്ന മക്കളെ ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ സാധിക്കാത്തവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയ്യടി. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിനായി കോടാനുകോടി നന്ദി, ഹൃദയത്തിൽ നിന്നുള്ള കോടാനുകോടി നന്ദി. എൻ്റെ പേര് ബിന്ദു. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ അവണാകുഴി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഷാജി. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 1/9/2023 കൃപാസനത്തെ പറ്റി അറിഞ്ഞത് എൻ്റെ അമ്മയോട് വീടിനടുത്തുള്ളവർ പറഞ്ഞിട്ടാണ് അവരിവിടെ കൃപാസനത്തിൽ വന്ന് സഞ്ചാരി മാതാവാണ് നമ്മുടെ കുടുംബത്തിൽ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മയോട് പറയാമായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എനിക്ക് മനസ്സിലായിരുന്നു ഇവിടെ വരാൻ വേണ്ടി. കാരണം ഇത്രയും ദൂരത്ത് എനിക്ക് വരാൻ പറ്റത്തില്ല. വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ 3 മാസത്തിലൊരിക്കൽ എനിക്ക് വരാൻ പറ്റത്തില്ല, എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേണോ വേണ്ടയോ എന്ന് പറഞ്ഞാണ് ആദ്യം ഉടമ്പടി എടുക്കാൻ ഞാനിവിടെ വന്നത്. എന്നാലും ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യം 6 നിയോഗം വെച്ചതിൽ 2 നിയോഗം എൻ്റേതായിരുന്നു. ഒന്ന് എൻ്റെ കേറ്ററ്റ് പാസ്സാകുന്നതിനും, രണ്ടാമത്തത് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ബ്ലീഡിങ് മാറുന്നതിനും വയറുവേദന ഉണ്ടായിരുന്നു, അത് മാറുന്നതിന് വേണ്ടിയായിരുന്നു. ഈ 2 നിയോഗമായിരുന്നു എൻ്റേതായിട്ട് ഞാൻ വെച്ചിരുന്നത്. ആ 2 നിയോഗവും ഇന്ന് മാറി എനിക്കിവിടെ നിൽക്കുവാൻ സാധിച്ചു. കേട്ടിട്ട് ഞാൻ എഴുതുന്നത് ആദ്യം ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ 2 പ്രാവശ്യം ഞാൻ എഴുതിയിരുന്നു. പക്ഷേ ഞാൻ തോറ്റുപോയി. 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ കേട്ടിട്ട് എഴുതാൻ ഡേറ്റ് എടുത്ത സമയത്ത് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ കേറ്റിട്ട് എഴുതാൻ വേണ്ടി അവിടെ പോയപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടുന്ന് വെഞ്ചരിച്ച ഉപ്പ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഒരു നുള്ള് എൻ്റെ ഈ കയ്യിൽ ഒരു നുള്ളെടുത്തുകൊണ്ട് പോയിട്ട് എൻ്റെ ഡെസ്കിൻ്റെ പുറത്ത് രജിസ്റ്റർ നമ്പറിൽ അതിൽ വച്ച് ഒരു ശകലം ഉപ്പാണ് അതിൽ വച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ആദ്യം അതിനെ എടുത്ത് അതിലെ കുരിശ് വരച്ചു. എന്നിട്ട് ഓമർ ഷീറ്റിൽ അതിൻ്റെ ഷീറ്റിലും കൂടെ ഞാൻ കുരിശ് വരച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് തന്നെ ഇവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും എനിക്ക് ആ സമയത്ത് തന്നെ എനിക്കൊരു അദൃശ്യ ശക്തി എന്നിൽ ഉണ്ടാകുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ട് ഞാൻ അത് എഴുതി കഴിഞ്ഞ് എപ്പോഴും എക്സാം എഴുതി അവസാനം വരെ മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതെഴുതി റിസൾട്ട് വന്നപ്പോൾ ഞാൻ 2023 തന്നെ ഈ കേറ്ററ്റ് പാസ്സായി.
കേറ്ററ്റ് പാസ്സായി എങ്കിലും പിന്നെ ഞാൻ ഏജ് ഓവറായിരുന്നു. എനിക്ക് പിന്നെ എക്സാം എഴുതാൻ PSC എക്സാം എഴുതാൻ പറ്റില്ല. ഞാൻ പ്രാർത്ഥിച്ചത് എവിടെയെങ്കിലും ഒരു പ്രൈവറ്റായിട്ട് സ്കൂളിലെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ അങ്ങനെ DD ഓഫീസിൽ പോയി, എല്ലാ സ്കൂളുകളിൽ പോയി, എല്ലായിടവും ഞാൻ കയറി ഇറങ്ങിയെങ്കിലും അവിടെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴത്തേക്കും ഒന്നേ റാങ്ക് ലിസ്റ്റിലുള്ളവരെ എടുക്കുമായിരുന്നു, അല്ലെങ്കിൽ അടുത്തുള്ളവരെ അവർക്കാണ് മുൻഗണന കൊടുക്കുമായിരുന്നു. എനിക്ക് കിട്ടിയില്ല. 2024 മൊത്തവും ഞാൻ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു സ്കൂളുകളിൽ, കിട്ടിയില്ല. അങ്ങനെ പക്ഷേ അവിടെ എല്ലാം ഡെയിലി വേജസ് ആയിട്ട് എടുത്തെല്ലാം സ്ഥിര പോസ്റ്റ് എല്ലാവർക്കും കൊടുത്തായിരുന്നു, റാങ്ക് ലിസ്റ്റിലുള്ളവരെ എടുത്തായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ പിന്നെ 2025-24 കംപ്ലീറ്റ് ഞാൻ കയറി ഇറങ്ങി സ്കൂളുകളിൽ. 2025 ആയപ്പോഴത്തേക്കും ഞാൻ ഒരിടവും പോയില്ല. ഇനി എനിക്ക് കിട്ടില്ല, ജോലി കിട്ടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് 2022 ഡിസംബർ ആയപ്പോൾ എനിക്ക് 2 എക്സാമിന് അയക്കാൻ പറ്റുമായിരുന്നു. ഒന്ന് ഇടുക്കിക്കും ഒന്ന് കാസർഗോഡിനും. ആ ഇടുക്കി എക്സാം എഴുതിയിട്ട് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞ്, ചേട്ടാ ഇത് ഉറപ്പായിട്ട് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരും, അത്ര എളുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അത് പക്ഷേ ലിസ്റ്റിൽ പോലും എൻ്റെ പേര് വന്നിട്ടില്ലായിരുന്നു. അതങ്ങ് കളഞ്ഞു. പിന്നെ ഇനി കാസർഗോഡ് ഒരു വേക്കൻസിയാണ്, പിന്നെ ഇനി എനിക്ക് കിട്ടില്ല. പിന്നെ അങ്ങനെ ഇരുന്ന് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അതൊക്കെ കളഞ്ഞ് ഇനി എനിക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യമില്ലാതെ എനിക്ക് ഒരു പ്രൈവറ്റായിട്ടെങ്കിലും ഒരു ജോലി കിട്ടിയെങ്കിൽ, സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രൈവറ്റായിട്ടെങ്കിലും ഒരു ജോലി കിട്ടുമുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഒരിടവും പോയില്ല. പ്രാർത്ഥനയിൽ അങ്ങ് തുടർന്നുകൊണ്ടിരുന്നു. ഈ ഉടമ്പടിയും പുതുക്കി പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരുന്ന് അങ്ങനെ ഇരുന്ന് അപ്പോഴാണ് 2025 ആഗസ്റ്റ് ആയപ്പോൾ, ആഗസ്റ്റ് മാസത്തിൽ എക്സാം വന്നു. ആ കാസർഗോഡുള്ള എക്സാം എഴുതി. എനിക്ക് കാത്തിരിക്കേണ്ടി വന്നില്ല. ആ ആഗസ്റ്റ് മാസത്തിൽ എക്സാം എഴുതി പിറ്റേ മാസം തന്നെ ഷോർട്ട് ലിസ്റ്റ് വരുന്നു. 9 മാസത്തെ ഷോർട്ട് ലിസ്റ്റ് വന്നു. 10 മാസത്തെ വെരിഫിക്കേഷന് പട്ടം PSC ഓഫീസിൽ വിളിക്കുന്നു. 11 മാസമായപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ആയി. ഡിസംബർ 24 റാങ്ക് ലിസ്റ്റും വന്നു. എനിക്ക് 2ാം റാങ്കായിരുന്നു. ആദ്യം നോക്കിയപ്പോൾ പിന്നെ എനിക്ക് തോന്നി 4ാം റാങ്കെന്ന്. പക്ഷേ പിന്നെ അത് എൻ്റെ സീരിയൽ നമ്പറായിരുന്നു. റാങ്ക് നോക്കിയപ്പോൾ എൻ്റെ 2ാം റാങ്കായിരുന്നു എൻ്റെ പേര് കിടന്നിരുന്നത്. അങ്ങനെ 2ാം റാങ്ക് ലഭിച്ചു. പക്ഷേ അവിടെ ഒരേ ഒരു വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു വേക്കൻസി ഉണ്ടായിരുന്നിടത്ത് മാതാവ് 2025 ആയപ്പോഴത്തേക്കും ഒരു വേക്കൻസി ഇവിടെ കൊണ്ടുവന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ വെരിഫിക്കേഷന് പോയപ്പോഴാണ് അറിയുന്നത്, പട്ടത്ത് പോയപ്പോഴാണ് അറിയുന്നത് 2 വേക്കൻസി ഉള്ളതായിട്ട് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ അവിടെ വന്നാണ്ട് എനിക്ക് ഇതിൻ്റെ ഈ വെരിഫിക്കേഷൻ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ. അവിടെ എല്ലാം എൻ്റെ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ പേരിൽ സ്പെല്ലിങ് തെറ്റ്, ഒരു സർട്ടിഫിക്കറ്റിൽ സ്പെല്ലിങ് തെറ്റുണ്ടായിരുന്നു. അതൊക്കെ തിരുത്താൻ വിമൻസ് പോളിടെക്നിക്കിൽ പോയപ്പോൾ അവിടെ നിന്നൊക്കെ മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉടനീളം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അതെല്ലാം സബ്മിറ്റ് ചെയ്തു. അങ്ങനെയാണ് 2ാം റാങ്ക് ലിസ്റ്റിൽ വന്ന് ഡിസംബർ ആയപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നു. ജനുവരി ആയപ്പോൾ എനിക്ക് അഡ്വൈസ് മെമ്മോ വന്നു. ഫെബ്രുവരി 25 ഞാൻ ജോയിൻ ചെയ്തു. കാസർഗോഡ് GHSS പൈവേളിക് നഗർ സ്കൂളിൽ CN ടീച്ചറായി ഞാനിന്ന് ജോലി ചെയ്യുന്നു. ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹമെങ്കിലും പക്ഷേ എനിക്കപ്പോഴേ വരാൻ സാധിച്ചില്ല. എൻ്റെ വരാനെന്ന് വെച്ചാൽ ഞാൻ അപ്പോഴും പെട്ടെന്നങ്ങ് ഹോസ്പിറ്റലിലായിപ്പോയി, തലകറക്കം മൂലം പെട്ടെന്ന് ഹോസ്പിറ്റലിലായിപ്പോയി. പിന്നെ അവിടെ ചെന്ന് ജോയിൻ ചെയ്തിട്ട് 24-ാം തീയതി ജോയിൻ ചെയ്തിട്ട് ഉടനെ തന്നെ 3 ദിവസത്തെ ലീവ് എടുത്ത് ഞാൻ അവിടെ നിന്ന് നേരെ പോകുന്നത് ഇവിടെയാണ്. ഇവിടെ വന്നപ്പോഴും എനിക്ക് ഭയങ്കര തലകറക്കം, നിൽക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു നല്ല സുഖമായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഞാൻ ഇന്ന് സുഖമായതിന് ശേഷം ഇന്ന് വന്ന് സാക്ഷ്യം പറഞ്ഞ് എൻ്റെ ഇത്
എനിക്കൊരിക്കലും ഞാൻ 97-98 കാലയളവിൽ പഠിച്ച ഞാനാണ്. എനിക്കൊരിക്കലും ഒരു ഗവൺമെൻറ് ജോലി എനിക്ക് കിട്ടില്ല എന്നും എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എൻ്റെ മാതാവ് അവിടെയും എന്നെ റാങ്കും തന്നു, രണ്ടാമത്തെ ഒരു വേക്കൻസിയും കൊണ്ടുവന്നു. ആ ആദ്യത്തെ രണ്ട് പേരെയും അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ സാക്ഷ്യമായി ഞാൻ കരുതുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു, അതിനൊപ്പം വയറുവേദനയും. അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഷോർട്ട് ലിസ്റ്റിൽ വന്നപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എനിക്കൊരു ജോലി കിട്ടിയാൽ എനിക്ക് പോകാൻ സാധിക്കില്ലല്ലോ. എനിക്ക് ഈ വയറുവേദനയും ബ്ലീഡിങ്ങും മാറിയാൽ മാത്രമേ എനിക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇരുന്ന് ഞാൻ എപ്പോഴും ഇവിടെ പ്രാർത്ഥിക്കും. രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം 4 മണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് പോകുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് അച്ഛൻ കൈവെപ്പ് പ്രാർത്ഥനയിൽ എല്ലാ പ്രാവശ്യം വരുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കൊരു കൈവെപ്പ് കിട്ടിയിരുന്നെങ്കിൽ, അച്ഛൻ്റെ തിരുവസ്ത്രത്തിലൊന്ന് തൊടാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ ബ്ലീഡിങ്ങും വയറുവേദനയും മാറുമായിരുന്നു എന്ന് പറഞ്ഞ് പല ദിവസം ആഗ്രഹിച്ചെങ്കിലും പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞ്, എന്നെക്കാട്ടിലും അസുഖമുള്ളവരിവിടെ ഉണ്ടല്ലോ, അവർക്കാണ് അച്ഛൻ്റെ കൈവയ്പ്പ് ആവശ്യം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് പോവുകയായിരുന്നു പതിവ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് അതികഠിനമായ വയറുവേദനയായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ അച്ഛൻ്റെ കൈവയ്പ്പ് നടന്നുകൊണ്ടിരുന്നത് പ്രാർത്ഥിച്ച് അപ്പോഴെല്ലാം മാതാവേ എനിക്ക് ഒരു കൈവയ്പ്പ് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ വയറുവേദന മാറുമെന്ന്, ഞാൻ തിരുവസ്ത്രത്തിലെങ്കിലും തൊടാൻ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ വയറുവേദന മാറുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരുന്നു. അപ്പോഴാണ് ഇവിടെ തിരക്ക് കുറഞ്ഞ ആളൊഴിഞ്ഞതും എൻ്റെ കയ്യിൽ എംപ്ലോയ്മെൻറ്റിൽ വന്ന ഒരു കാർഡുണ്ടായിരുന്നു. അതിനെ ഞാൻ അവിടെ കൊണ്ടുകൊടുത്ത് ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് അത് കൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞ്, അച്ഛൻ ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി അവിടെ കൊണ്ട് കാണിച്ചത്. ഒരു ലെറ്റർ ഞാനിവിടെ കൊണ്ട് കാണിക്കുകയും അച്ഛൻ ഇവിടെ വച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞത്, മോളെ എന്താണോ നിൻ്റെ ആവശ്യം അത് നിറവേറട്ടെ. ഞാൻ പ്രാർത്ഥിച്ചത് ജോലി കിട്ടാനല്ല, ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ വയറുവേദനയും ബ്ലീഡിങ്ങും മാറാനാണ് ഞാൻ അന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത്. അത് 100% എനിക്ക് മാറ്റിത്തന്ന എൻ്റെ കൃപാസന മാതാവിനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ ഈ ഏജ് ഓവറായ പ്രായത്തിൽ എനിക്ക് ഈ ഗവൺമെൻറ് ജോലിയും തന്ന് എനിക്ക് ജോലിക്ക് പോകാൻ ഇത്രയും ശക്തിയും കൃപയും തന്ന എൻ്റെ മാതാവിന് കോടാനുകോടി നന്ദി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ 2023 ഞാൻ പത്രം വായിച്ച് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. പക്ഷേ ഞാൻ ആ പത്രം എനിക്ക് ഒരു ദിവസം പോലും വച്ചിരിക്കേണ്ടി വരില്ല. ഞാൻ നടന്ന് എല്ലായിടവും കൊടുക്കുമായിരുന്നു. ഞാൻ PSC ഓഫീസിൽ പോകുമ്പോൾ അവിടെ കൊടുക്കും, അല്ലാതെ എവിടെ പോകണോ അവിടെയെല്ലാം കൊടുക്കും. പിന്നെ തൊഴിലുറപ്പ് സൈറ്റുകളിൽ എല്ലായിടവും എവിടെയാണോ ഞാൻ പോകുന്നത് അവിടെ നടന്ന് ഞാൻ പത്രം കൊടുക്കും. പിന്നെ അല്ലാതെ ഞാൻ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പം പിന്നെ ഞാൻ അച്ഛൻ്റെ ധ്യാന പ്രസംഗം ഞാൻ മുടങ്ങാതെ അത് കേൾക്കുമായും രാവിലത്തെ ഉടമ്പടി പ്രാർത്ഥന, സായാഹ്ന പ്രാർത്ഥന ഇതെല്ലാം ഞാൻ മുടങ്ങാതെ ചെയ്യാറുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ അത്ര നമ്മുടെ നമ്മൾ കുടുംബ പ്രാർത്ഥന വിശ്വാസമില്ലാതെ ഇരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തത് മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസത്തോടെയുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തിന് എനിക്കും എൻ്റെ കുടുംബത്തിന് സാധിക്കുന്നുണ്ട്. ഇന്ന് വരെ മുടങ്ങാതെ ആ പ്രാർത്ഥന ചൊല്ലുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഈ ധ്യാന പ്രസംഗം ഞാൻ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. ബൈബിൾ വായനയും ജപമാലയും കൃത്യമായി അത് ചെയ്യാറുണ്ട്. എല്ലാം എൻ്റെ കൃപ കൊണ്ടല്ല ലഭിച്ചത്, എൻ്റെ 100% എൻ്റെ പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ടാണ് എനിക്ക് നൽകിയതെന്ന് ഞാൻ ഇന്ന് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള അച്ഛൻ്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നെ പ്രത്യക്ഷീകരണത്തിനായിട്ട് ഉയർത്തിയതിന് കോടാനുകോടി നന്ദി പറയുന്നു. എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് കോടാനുകോടി നന്ദി. ഇനിയും നിത്യത വരെയും ഞാൻ ഉടമ്പടിയിൽ ഞാനിതിപ്പം 9ാമതാണ് പുതുക്കുന്നത്. ഇന്നത്തോടെ 9ാമത്തെ പുതുക്കലാണ്. എൻ്റെ കുടുംബത്തിന് ഞാൻ ജീവിക്കുന്ന നാളത്രയും
ഉടമ്പടിയിലായിരിക്കുന്നതിന് നമ്മുടെ കുടുംബത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ കുടുംബത്തോടെ വന്ന് ഇവിടെ സാക്ഷ്യം പറയുന്നതിനും ഞാൻ പൂർണ്ണമായും 100% വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. സങ്കീർത്തനം 31:19 ദൈവത്തെ ഭയപ്പെടുകയും അവനിൽ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്കായി ദൈവം അനുഗ്രഹങ്ങൾ ഒരുക്കി വച്ചിരിക്കുകയാണ്. ശരിയായ സമയത്ത്, തക്ക സമയത്ത് അത് വെളിപ്പെടുത്തുകയും നമ്മെ ഒരിക്കലും മറക്കാത്ത ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതുമുള്ളതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ള പ്രത്യേകത. എക്സാം കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പല ഓഫീസുകളും കയറിയിറങ്ങി, പക്ഷെങ്കിൽ അല്പം താമസിക്കുകയായിരുന്നു. പിന്നീട് ഈ മകൾ പ്രാർത്ഥിച്ചത് ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടാണ്. അമ്മയുടെ ആ സാന്നിധ്യം മനസ്സിലാക്കാനും ആ ഉടമ്പടിയിൽ വിശ്വാസത്തിന് മുന്നോട്ട് നയിക്കുവാനുമാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ PSC എക്സാം പാസ്സാവുകയും ഇൻ്റർവ്യൂവിന് പോവുകയും ആ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും 2nd റാങ്കിൽ ലഭിക്കുകയും അത് തന്നെ മാത്രമല്ല, ജോലിക്ക് വേണ്ടിയിട്ട് ഒരു വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ആ വർഷം ഒരു പുതിയ വേക്കൻസി തുറന്നു കൊടുത്തുകൊണ്ടാണ് ഈ മകൾക്ക് ജോലി ലഭിക്കുന്നത്. അവിടെയും ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ ഇടപെടലാണ്. അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ്. അസാധ്യമായ കാര്യങ്ങളാണ് പലപ്പോഴും നാം നിയോഗമായി സമർപ്പിക്കുന്നത്. ഇതുതന്നെയാണ് ഒരു വേക്കൻസി ഇല്ലാത്ത ഒരു സ്ഥലത്ത്, ഒരു പ്ലേസിൽ പുതിയ ഒരു വേക്കൻസി ഉണ്ടാക്കി ജോലി നൽകിയ ഒരു കൃപയുടെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ഏജ് ഓവറായ ഈ മകൾക്ക് ഒരു ഗവൺമെൻറ് ജോലി ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. സ്വപ്നം പോലും കാണുവാൻ സാധിക്കാത്തതാണ്. സാധാരണ ഒരു പ്രൈവറ്റ് ജോലിയാണ് ആഗ്രഹിച്ചത്. പക്ഷെങ്കിൽ ഇവിടെ വചനം പറയുന്നത് പോലെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. പക്ഷേ ഈ വചനം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വളരെ വ്യക്തമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവ ഒരുക്കി വച്ചിരിക്കുന്നതാണ്. വേക്കൻസി ഇല്ലാത്ത ഒരു പ്ലേസിൽ വേക്കൻസി ഒരുക്കി വെച്ച ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കൃപാസനം അമ്മയുടെ ഒരു സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെയാണ് ഈ മകൾക്ക് സീനിയർ ടീച്ചറായിട്ട് ജോലി ലഭിക്കുകയും ആ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. കാരണം ഏജ് ഓവർ ആയതുകൊണ്ട് ഒരു ചാൻസുമില്ല എനിക്ക് കിട്ടാൻ, വേക്കൻസിയും ഇല്ല. പക്ഷെങ്കിൽ ഇവിടെ വേക്കൻസി നൽകി ഒരു ജോലി ലഭിച്ചെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ വലിയ ഒരു കൃപയാൽ മാത്രമാണ്. അതർവൈസ് ഇറ്റ് ഈസ് നോട്ട്, അല്ലെങ്കിൽ ഇത് ഒരു ജോലി കിട്ടുവാനുള്ള ഒരു പോസിബിലിറ്റിയും ഇല്ലായിരുന്നു. ഇവിടെയെല്ലാം പിന്നെ ഉണ്ടായിരുന്നത് ഈ മകളുടെ ബ്ലീഡിംഗ് ആണ്. 10 വർഷം ഉണ്ടായിരുന്ന ബ്ലീഡിങ്. അത് ഈ മകൾ പ്രാർത്ഥിച്ചത് അച്ഛനെ ഒന്ന് കണ്ട് ബ്ലെസ്സിങ് മേടിക്കണം. കാരണം പലർക്കും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി രോഗസൗഖ്യം ലഭിച്ചതായിട്ട് ഈ മകൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അച്ഛൻ നമുക്കറിയാം ഒരു ആത്മീയതയിൽ ഒരു നല്ല ആസ്തിയുള്ള ഒരു വ്യക്തിയാണ്. 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആത്മീയത, ത്യാഗപൂർണമായ ഒരു പൗരോഹിത്യ ജീവിതം, ചെറുപ്പം മുതലേ അമ്മയോട് ചേർന്ന് നിന്നുള്ള ഈശോയുടെ അമ്മയെ അടുത്തറിഞ്ഞ ഒരു വ്യക്തി. പക്ഷേ ആ ആത്മീയ ആസ്തിയിലാണ് പരിശുദ്ധ അമ്മ കൃപാസനം അമ്മ ഈ ആലയത്തിൽ വന്നത്. അങ്ങനെയുള്ള ആ വിശ്വാസത്തോടെയാണ് ഈ മകൾ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചത്. ആഗ്രഹപ്രകാരം തന്നെ നമ്മുടെ ഓരോ ചെറിയ ആഗ്രഹം പോലും അമ്മ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഈ മകളുടെ ആഗ്രഹവും കയ്യിലുണ്ടായിരുന്ന ഒരു ഡോക്യുമെൻറ്റുമായിട്ട് ജോലിക്കെന്ന ഒരു രീതിയിലാണ് പ്രാർത്ഥിക്കാൻ ചെന്നത്. പക്ഷേ അക്കാര്യവും ആ പരിശുദ്ധ അമ്മ തന്നെയാണ് അച്ഛന് വെളിപ്പെടുത്തി കൊടുത്തത്. ഈ മകൾക്ക് ഡോക്യുമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന രീതിയിലാണ് ചെന്നത്. പക്ഷേങ്കിൽ പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ എല്ലാ കാര്യവും അമ്മ അച്ഛനോട് വെളിപ്പെടുത്തുന്നുണ്ട്. ജോസഫ് അച്ഛൻ ചോദിച്ചത് എന്താണോ നിൻ്റെ ആവശ്യം അത് നിറവേറട്ടെ എന്നാണ് ജോസഫ് അച്ഛൻ പറഞ്ഞത്. ആ നിമിഷം ഈ മകൾ പ്രാർത്ഥിച്ചത് ബ്ലീഡിങ് സ്റ്റോപ്പാകാനായിട്ടാണ്. 10 വർഷമുണ്ടായിരുന്ന ബ്ലീഡിംഗ് ആണ്. ആ നിമിഷത്തിൽ ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ആ നിമിഷത്തിൽ തന്നെ രോഗസൗഖ്യം ലഭിച്ചത്. സമയചുരുക്കത്തിൻ്റെ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തം വരാൻ പോകുന്നുവെന്ന് പറഞ്ഞ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യത്തിലും മുൻപിലും പിറകിലും നിൽക്കുന്ന അമ്മ. ആ അമ്മയുടെ വെളിപ്പെടുത്തലിലൂടെയാണ് അച്ഛൻ ആ വാക്ക് പറഞ്ഞത്. അന്ന് തന്നെയാണ് മകൾ ഈ സഹോദരി ബിന്ദുവിന് രോഗസൗഖ്യം ലഭിച്ചത്. കൃപാസനം മരിയൻ ഉടമ്പടി
വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 11:40 പറയുന്നത് പോലെ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുന്ന എന്ത് ലഭിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. കൃപാസനം മരിയൻ ഉടമ്പടി ഫെയ്ത്ത്ഫുള്ളി വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നമ്മൾ പാലിക്കുമ്പോൾ ദൈവം തൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. വിശ്വസിക്കാനുള്ള കൃപ നൽകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനും വിശ്വാസം ശക്തമാക്കി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ നമ്മെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബിന്ദുവിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഈശോയോടും അമ്മ മാതാവിനോടും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബിന്ദു. ഇതെൻ്റെ ഹസ്ബൻഡ് സേതുകുമാർ, മകൻ അരവിന്ദ്. ഞങ്ങൾ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് നിന്നും വരുന്നു. 2022 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മകൻ അരവിന്ദിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. മകന് 1.5 വയസ്സ് മുതൽ സ്ഥിരമായിട്ട് പനി വരുമായിരുന്നു. 2022 മെയ് മാസത്തിൽ മോന് വിട്ടുമാറാതെ ടെമ്പറേച്ചർ വരികയും ഹോസ്പിറ്റലിൽ കാണിച്ചു ഫുൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. മോൻ്റെ കൗണ്ടുകളെല്ലാം വളരെ താഴ്ന്ന അവസ്ഥയിലായിരുന്നു. ഡോക്ടർ മോനെ തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് റെഫർ ചെയ്തു. അവിടെ വിശദമായ പരിശോധനകൾക്ക് ശേഷം മോന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് കണ്ടെത്തുകയും RCCയിൽ അഡ്മിറ്റാക്കുകയും ചെയ്തു. 1 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം കീമോ ചെയ്തതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് മോന് പാൻക്രിയാസിൽ ഇൻഫെക്ഷൻ ആവുകയും ഫുഡൊന്നും കൊടുക്കാൻ പറ്റാതെ ബോഡി ഫുള്ള് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്തിരുന്നു. മോനിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയപ്പോൾ ഞാൻ പിന്നെ ഒരു ദൈവങ്ങളെയും വിളിക്കാതെയായി. അതിനിടയിൽ എൻ്റെ ഒരു ചേച്ചി കൊല്ലം കാവനാട് ബ്യൂട്ടി പാർലർ നടത്തുകയാണ്. ചേച്ചി എനിക്ക് വാട്സപ്പ് വഴി കൃപാസനം സാക്ഷ്യങ്ങൾ സെൻഡ് ചെയ്തിരുന്നു. ഞാൻ പക്ഷേ ഒരു തവണ പോലും ആ സാക്ഷ്യങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. മോൻ ഈ ഒരവസ്ഥയിലായ സമയത്ത് എൻ്റെ കൈ തട്ടിയിട്ട് ലിങ്ക് എങ്ങനെയോ ഓപ്പൺ ആവുകയും ഞാൻ ആദ്യം കേട്ടത് ക്യാൻസർ സുഖപ്പെട്ട സാക്ഷ്യങ്ങളായിരുന്നു. ഞാൻ പിന്നീട് സ്ഥിരമായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. 2-3 ദിവസം കേട്ടപ്പോൾ തന്നെ മോന് പതിയെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പതിയെ മോൻ എഴുന്നേറ്റ് തനിയെ ഇരിക്കാനും പതിയെ എൻ്റെ കൈ പിടിച്ച് നടക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഡിസ്ചാർജായി. ഞങ്ങൾ ഹോസ്പിറ്റലിനടുത്ത് തന്നെ വീടെടുത്തിട്ട് അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് മോന് ഇവിടുത്തെ നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും സ്ഥിരമായി കൊടുക്കുകയും 2 നേരവും ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. മോന് ബ്ലഡ് ക്യാൻസർ ആണെങ്കിലും അവൻ്റെ ശരീരത്തിൽ ഫുള്ള് നല്ല പെയിനായിരുന്നു, മജ്ജയ്ക്കകത്തേക്കും വ്യാപിച്ചിരുന്നു. അപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം വേദനയുള്ള ഭാഗങ്ങളിലെല്ലാം പുരട്ടി കൊടുക്കുമായിരുന്നു. അപ്പോൾ മോൻ്റെ അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ തൈലം തീർന്നു. കുപ്പിയിൽ അടിയിൽ മാത്രമേ ഒരു ശകലം തൈലം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. 3 മാസമായിട്ടും എനിക്ക് തിരിച്ചു വന്ന് സാക്ഷ്യം പുതുക്കുവാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. അപ്പോൾ ഞാൻ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ കുരിശ് വരച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പെട്ടെന്ന് ഇവിടെ വന്ന് പുതുക്കിയാലെങ്കിലേ നമുക്ക് വീണ്ടും തൈലം കിട്ടുമായിരുന്നുള്ളൂ. അങ്ങനെ 2022 ഡിസംബർ 7-ാം തീയതി മോന് രാവിലെ കീമോ ഉണ്ടായിരുന്നു. തൈലം തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോയി. വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തൈലക്കുപ്പി എടുത്തപ്പോൾ കുപ്പി നിറയെ തൈലം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നീട് മോൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് മോൻ്റെ വിരൽ കൊണ്ടിട്ട് ചെവിയിലെ മടക്കുകൾക്കിടയിൽ ഒരു മുറിവുണ്ടായി. ഡോക്ടർ മരുന്നുകൾ തന്ന് പുരട്ടിയിട്ടൊന്നും അത് കരിയുന്നുണ്ടായിരുന്നില്ല. ഒരു 2 മാസത്തോളം ഡോക്ടർ തന്ന ഓയിൽമെൻറ്റൊക്കെ ഇട്ടു.
പക്ഷേ മുറിവ് പഴുക്കുവാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തലയിലേക്ക് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഉടമ്പടി തൈലത്തിൻ്റെ കാര്യം ഓർത്തത്. ഞങ്ങൾ മോൻ കിടന്നുറങ്ങിയപ്പോൾ ഉടമ്പടി തൈലം തൊട്ട് മുറിവുള്ള ഭാഗത്ത് പുരട്ടി 3 ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും എല്ലാം ചൊല്ലിയാണ് പ്രാർത്ഥിച്ചത്. 4ാമത്തെ ദിവസം നോക്കിയപ്പോഴേക്കും ആ മുറിവ് പൂർണ്ണമായിട്ടും കരിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ മോനെ കൊണ്ടുവന്നിരുന്നു. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം മോന് കീമോ ചെയ്യുമ്പോഴുള്ള ഛർദിലോ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ മോന് പെട്ടെന്ന് എല്ലാം റിക്കവർ ആവാൻ തുടങ്ങി. ഞങ്ങൾ 9 മാസത്തിന് ശേഷം പത്തനാപുരത്തുള്ള വീട്ടിലേക്ക് വരികയും മാസത്തിലുള്ള ചെക്കപ്പിന് പോകുമായിരുന്നു. അപ്പോൾ കീമോയും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് 2024 നവംബർ മാസം 2024 നവംബർ മാസം മോന് വീണ്ടും പനിയായിട്ട് അഡ്മിറ്റാക്കി RCCയിൽ. അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ നേരം ഡോക്ടർ പറഞ്ഞു, 2-3 ഡോക്ടേഴ്സ് പറഞ്ഞു, മോന് ഇനി 2 കീമോ കൂടിയുണ്ട്. അതായത് ഡിസംബറിൽ 1 പിന്നെ ജനുവരിയിൽ 1, അങ്ങനെ 2 കീമോ കൂടി ഉണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ഡിസംബർ 15-ാം തീയതി ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു. ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ ചെന്നു. മോന് ഡിസംബർ 13-ാം തീയതി മോന് ഉച്ച സമയത്താണ് TV കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്നു ഹാളിൽ. എപ്പോഴും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്തോന്ന് തോന്നിയിട്ട് പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഇവിടെ ഇരിക്കുന്ന അതേ മാതാവ് തന്നെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുന്നതായിട്ട് കണ്ടു. ശരിക്കും 1 സെക്കൻഡ് നേരം കണ്ടു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, മാതാവ് കുഞ്ഞിനെ സുഖപ്പെടുത്താൻ വന്നതാണെന്ന് പറഞ്ഞു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി മോന് മരുന്നുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞു 2 കീമോ കൂടി ഇല്ലേ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 കീമോ ചെയ്യണ്ട, ഇനി മരുന്നുകളും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവിൻ്റെ ഈശോയുടെയും കൃപയാലാണ് കുഞ്ഞിന് സുഖപ്പെട്ടതെന്ന് ഒരു അടയാളം കാണിക്കണമെന്ന്. അങ്ങനെ മാതാവ് വന്ന് സുഖപ്പെടുത്തിയതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. 2024 മെയ് മാസം 5-ാം തീയതി ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോയുടെ ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പച്ചത്തിരി ഒരു ശകലം ഉണ്ടായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി നേരം കൂടി അത് ഇരിക്കട്ടെ എന്ന് കരുതി. അതിൽ ഈശോയുടെ സാന്നിധ്യം ശരിക്കും കണ്ടു. അതും ഞാനിവിടെ വന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞായിരുന്നു ഈശോ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ വന്നതാണെന്ന്. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും ഉറപ്പായി ഈശോയുടെയും മാതാവിൻ്റെയും അനുഗ്രഹത്താലാണ് കുഞ്ഞിന് സൗഖ്യപ്പെട്ടതാണെന്ന്. പിന്നെ ഇന്നേവരെ മോന് മെഡിസിൻ ഒന്നുമില്ല. ബ്ലഡ് റിസൾട്ടുകളെല്ലാം നോർമലാണ്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്നും പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളെക്കൊണ്ടാകുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. പത്രം ഞാൻ ഇടയ്ക്ക് തെങ്കാശിയിൽ പോയിട്ട് തമിഴ് പത്രം വാങ്ങി തെങ്കാശിയിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട്. പിന്നെ ഒരു ദിവസമെങ്കിലും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ എല്ലാവരോടും പറയാറുണ്ട്. എൻ്റെ ഉടമ്പടി വിശ്വാസവും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും കണ്ടിട്ട് ഞാൻ ഒരുപാട് പേരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുകയും എന്നോട് എല്ലാവരും ചോദിച്ചിട്ട് നേരിട്ട് ഇവിടെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് കുറേ പേരെ ഇവിടെ അവരുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും വാങ്ങാതെ തന്നെ അവരെ ബസ്സിൽ കയറ്റിക്കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് ഇവിടുത്തെ ലോക്കറ്റും തേനും ഉപ്പുമൊക്കെ വാങ്ങി നൽകാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ടും എൻ്റെ മരണം വരെയും ഉടമ്പടിയിൽ ജീവിക്കുവാൻ വേണ്ടി ഞാൻ ഡെയിലി ബ്രെഡ് മുടങ്ങാതെ കേൾക്കാറുണ്ട്. പിന്നെ ബൈബിള് വായനയുണ്ട്.
ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാം മുടങ്ങാതെ ചെയ്യാറുണ്ട്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. സാക്ഷ്യങ്ങളെല്ലാം മുടങ്ങാതെ കേൾക്കാറുണ്ട്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് ഇവിടെ മാതാവിനെക്കുറിച്ച് അറിയുന്നത് സാക്ഷ്യങ്ങൾ വഴിയാണ്. അപ്പം അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും എൻ്റെ മരണം വരെയും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനം 147 3-ാം വചനമാണ്. ഉടമ്പടിയിലൂടെ നാം നമ്മുടെ ദുഃഖങ്ങളും തകർച്ചകളും ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവാനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവം നമ്മുടെ വേദന അറിയുന്നവനും നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നവനുമാണ്. മുറിവുകൾ വെച്ച് കെട്ടുന്ന ആ ദൈവം, നമ്മുടെ വേദനകൾ കാണുന്ന ആ ദൈവം, ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ ഒരു ബന്ധമാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വാസ യാത്ര ചെയ്യുന്നത്. ഒരു ആത്മീയ യാത്രയാണ്. ഈ സഹോദരി ബിന്ദു നമ്മളോട് ഷെയർ ചെയ്തതും മകന് ബ്ലഡ് ക്യാൻസറാണെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. എല്ലാ ദേവന്മാരെയും വിളിച്ചു. പിന്നീട് ഒന്നും വേണ്ട എന്നൊരു കാര്യത്തിലായി. പ്രാർത്ഥനയും ഒന്നുമില്ലാതെ ഇനി ആരെയും ഞാൻ വിളിക്കില്ല എന്നൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് കൂട്ടുകാരി കൃപാസനം യൂട്യൂബ് അയച്ചു കൊടുക്കുന്നത്. അവിടെയും താല്പര്യമില്ലായിരുന്നു, ഒരിക്കലും തുറന്നിട്ടില്ല. പക്ഷെങ്കിൽ ഏതോ ഒരു ദിവസം അറിയാതെ കൈ തട്ടി ആ യൂട്യൂബ് തുറന്നു. കൃപാസനം യൂട്യൂബ്, നമുക്കറിയാം നമ്മുടെ ഒഫീഷ്യൽ യൂട്യൂബ് ഫാദർ VP ജോസഫ് കൃപാസനമാണ്. ആ യൂട്യൂബ് തുറന്നപ്പോൾ തന്നെ കിട്ടിയത് ക്യാൻസർ സൗഖ്യപ്പെട്ട ഒരു സാക്ഷ്യമാണ്. അങ്ങനെ ആ മകൾ കേൾക്കുകയും അത് ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലാണെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതൊരിക്കലും ആ കാണുവാൻ ആഗ്രഹിക്കാത്ത ഒരു യൂട്യൂബ് അറിയാതെ തന്നെ കൈ തട്ടുമെങ്കിൽ അത് അമ്മയുടെ ഒരു ഇടപെടലാണ്. അമ്മയെ അറിയാതെ ഒന്നും ഇവിടെ സംഭവിക്കാറില്ല. കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ മാത്രം അമ്മ തിരഞ്ഞെടുത്ത ജനങ്ങളെ അമ്മ ഇവിടെ വിളിക്കും. അത് ഓരോ വഴികളിലൂടെയാണ്, നാം അറിയാത്ത വഴികളിലൂടെയാണ് നമ്മെ നയിക്കുന്നത്. അങ്ങനെ ഈ മകൾ ആ യൂട്യൂബ് കേട്ട് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ട് മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ ഈ ബ്ലഡ് ക്യാൻസർ ബാധിച്ച ഈ മകന് രോഗം സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോട്ട് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഈ മകൾ കണ്ടത്. ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ സത്യസന്ധതയോടെ ഉടമ്പടി നിബന്ധനകളനുസരിച്ച് പാലിച്ച് നയിക്കുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ ഈശോയുടെ അമ്മയുടെ അനുഗ്രഹങ്ങൾ നമ്മൾക്കിൻ്റെ ജീവിതത്തിൽ നമ്മൾക്കും അനുഭവിക്കാൻ സാധിക്കും. ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ മനസ്സിന് സമാധാനവും ആത്മാവിൻ്റെ ശക്തിയും ജീവിതത്തിൽ പുതിയ പ്രത്യാശയുമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ വൈദ്യനാണ്. നമ്മുടെ രോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മ നമ്മുടെ ആശ്വാസ മാതാവാണെന്നും കൃപാസന ഉടമ്പടി ദൈവസൗഖ്യം ഉടമ്പടി വഴി ആ സൗഖ്യം അനുഭവിക്കാൻ സഹായിക്കുന്ന മാർഗമാണെന്നും നമുക്ക് വിശ്വസിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന്, പ്രത്യേകിച്ചും ഈ വലിയ രോഗസൗഖ്യത്തിന് ഈ അമ്മയുടെ ദർശനം മാത്രമല്ല, അമ്മയുടെ സാന്നിധ്യം മാത്രമല്ല, മെഴുകുതിരിയിൽ പോലും അമ്മ ഇവർക്ക് മക്കളെ ഞാൻ കൂടിയുണ്ടെന്നുള്ള സാന്നിധ്യമാണ് ഇവർക്ക് പച്ചത്തിരിയിൽ കാണിച്ചു കൊടുത്തത്. അമ്മ തന്നെ വരികയും പച്ചത്തിരിയിൽ സാന്നിധ്യം കൊടുക്കുകയും അമ്മയുടെ ഈ തൈലത്തിൻ്റെ തൈലം നിറയ്ക്കുകയും ഡിസംബർ 7-ാം തീയതി നമുക്കറിയാം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണ്. ഡിസംബർ 7-ാം തീയതി അത് ഉച്ചകഴിഞ്ഞ് 2:30 2004 അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ മക്കളുടെ ജീവിതത്തിലും ഡിസംബർ 7-ാം തീയതിയാണ് ഈ മകൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അമ്മ കേട്ട് തൈലത്തിൻ്റെ കുപ്പി നിറച്ചു കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും എല്ലാം നിറയ്ക്കുന്ന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ വേദനകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം ആ അമ്മയുടെ കരങ്ങളിലേക്ക്, കൃപാസനം അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. സങ്കീർത്തനം 32 പറയുന്നത് പോലെ, എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങേ നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഈ മക്കളുടെ നിലവിളി കേട്ട് സുഖപ്പെടുത്തിയ ആ ദൈവത്തിന് നമ്മൾക്ക് നന്ദി പറയാം. ബിന്ദുവിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന്, ഈ വലിയ രോഗസൗഖ്യത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജിൻസി.
ഞാൻ പുനലൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു മർത്തോമായ വിശ്വാസിയാണ്. ഞാനിവിടെ സാക്ഷ്യം പറയാനുണ്ടായ കാരണങ്ങളാണ് ഞാൻ ആദ്യമേ തന്നെ പറയുന്നത്. ഞാൻ ആദ്യമേ ഒരു ഓൺലൈൻ ഉടമ്പടിയായിരുന്നു എടുത്തത്. അത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി പറഞ്ഞിട്ടാണ് ഞാനത് എടുത്തത്. എനിക്ക് ആദ്യമേ ഈ ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്ന് ഉടമ്പടി എടുക്കാനായിട്ടല്ല, ഞങ്ങളുടെ ഒരു ബന്ധു പറഞ്ഞതനുസരിച്ചാണ് ഞാനിവിടെ ആദ്യമായി എത്തിയത്. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്ന സമയത്ത് മാതാവിനെ അവിടെ കയറി ഒന്ന് കാണുവാനോ അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുവാനോ ഉള്ളൊരു അവസരം ലഭിച്ചിരുന്നില്ല. കാരണം ഓൺലൈൻ ഉടമ്പടിയോ അല്ല, തീർത്ഥാടന ഉടമ്പടി എടുത്തവർക്ക് മാത്രമേ അവിടെ കയറി കാണുവാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ പറയുമായിരുന്നു, മാതാവിനെ കാണുന്നതിന് എന്താ ഇത്രമാത്രം പ്രത്യേകത, അവിടെ ഒന്ന് കയറി നമുക്കൊന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം ഇല്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ അതിനുശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ സൗദി അറേബ്യയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലിക്കായി പോയി. അതൊരു ഗവൺമെൻറ്റിലായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ഇരുന്ന് ഒരു 2.5 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് താമസിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി OET ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. കാരണം എന്നിലായിരുന്നു എനിക്ക് വിശ്വാസം. ഞാൻ ഏതൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ അന്നെല്ലാം, ഞാൻ ഏതൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അന്നെല്ലാം എനിക്ക് പാസ്സാകുവാനും നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. അപ്പോഴെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എല്ലാവരും OET പാസ്സാവുന്നു, എനിക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുവാനും പാസ്സാകുവാനും സാധിക്കുമെന്ന്. എന്നാൽ അതിൽ നിന്നെല്ലാം വിരുദ്ധമായി ഞാൻ സൗദിയിൽ ആദ്യമായിട്ട് OET എക്സാം എഴുതി ഒരു B ഗ്രേഡ് പോലും നേടാൻ എനിക്ക് സാധിച്ചില്ല. പിന്നെ അന്നേരം ഞാൻ വിചാരിച്ചു, എൻ്റെ പ്രിപ്പറേഷനിലുള്ള കുറവുകൊണ്ടായിരിക്കും. അങ്ങനെ ഞാൻ രണ്ടാമതും പ്രിപ്പയർ ചെയ്യാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ചേച്ചി ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കുക, മാതാവ് നമുക്ക് എന്തായാലും അത് പൂർണ്ണമായിട്ടും നേടിത്തരും. പക്ഷേ അതിന് മുമ്പിട്ടൊക്കെ ഞാൻ സ്ഥിരമായി കൊന്ത ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ മർത്തോമായ വിശ്വാസിനിയാണെങ്കിൽ കൂടിയും ഞാൻ പഠിച്ചതെല്ലാം ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു, അഞ്ചലുള്ള. അപ്പോൾ അവിടെ എന്നും രാവിലെ 5:30 വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. പിന്നെ റെഗുലറായിട്ട് കൊന്ത ചൊല്ലും. അങ്ങനെ എനിക്ക് അങ്ങനെയുള്ള കാര്യം, മാതാവിൽ എനിക്കന്ന് ഒരുപാട് വിശ്വാസമുള്ള ആളായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ എപ്പോഴും മാതാവിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ച് വീണ്ടും OETക്ക് പ്രിപ്പയർ ചെയ്തു. സ്ഥിരം ഇതുപോലെ ഒരു B എങ്ങാണ്ട് കിട്ടി. നമുക്ക് 4 മൊഡ്യൂളാണുള്ളത്. അതിൽ 4ലും B കിട്ടിയാൽ നമുക്ക് UK സ്കോർ കിട്ടും. ഒരെണ്ണത്തിന് C എങ്ങാണോ ആയിക്കഴിഞ്ഞാൽ, C+ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അയർലൻഡ് സ്കോർ കിട്ടും. തീർത്തും വീണ്ടും രണ്ടാമതും പൂർണ്ണമായി പരാജയപ്പെട്ട്. അപ്പം ഞാൻ ഫാമിലിയുമായിട്ട് നിൽക്കാനുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി ഗവൺമെൻറ് ജോലിയൊക്കെ അവിടുന്ന് 3 വർഷമൊക്കെ അടുപ്പിച്ചാവാറായപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയായിരുന്നു, മോളെ റിസൈൻ ചെയ്യരുത്, നല്ലൊരു ഗവൺമെൻറ് ജോലിയാണ്, എത്രയോ പേർക്ക് കിട്ടാത്ത അവസരമാണ് നിനക്ക് ലഭിച്ചത്. അപ്പം ഞാൻ പറയും, അമ്മ 6 മാസത്തിനുള്ളിൽ ഞാൻ എവിടെയെങ്കിലും കയറിപ്പോവും. അത് എൻ്റെ കോൺഫിഡൻ്റ് ആയിരുന്നു. ദൈവത്തിലുള്ള മാതാവിലുള്ള ആ ഒരു ഇതിനെക്കാട്ടിൽ എനിക്ക് എൻ്റെ മെറിറ്റ് കൊണ്ടെല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു അഹങ്കാര ഭാവമായിരുന്നു സത്യം പറഞ്ഞ്. ഞാൻ നാട്ടിൽ വന്നു. 2 വർഷത്തോളം ഞാൻ ഇതിൻ്റെ പുറകെ നടന്നു. എല്ലാ തവണയും 400-ൽ കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്, 410 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏതിനെങ്കിലും ഒന്നിന് എനിക്ക് C+ ആയിരിക്കും. അങ്ങനെ ഞാൻ തീർത്തും വിഷമാവസ്ഥയിലായി. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് 2024 തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ആ എക്സാം എഴുതുന്ന സമയത്തെല്ലാം ഞാൻ ഉടമ്പടിയിലായിരുന്നു. ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എക്സാം ഹാളിൽ പോകുമ്പോൾ ഉപ്പ് കൊണ്ടുപോകും, മാതാവിൻ്റെ എണ്ണ ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ പുരട്ടും, നാവിൽ പുരട്ടും. അപ്പം ഞാൻ എല്ലായിടം പോകും. അങ്ങനെ എക്സാമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓരോ പേപ്പർ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശിരസാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ എഴുതി വെക്കും, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിനാൽ സാധ്യമാണ്. ഞാൻ നിനക്ക് മുമ്പേ പോയി ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവലികളെ തടുക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുകയും ചെയ്യും. ആ വചനങ്ങളെല്ലാം ഞാൻ 1000 തവണയൊക്കെ ഇരുന്ന് എഴുതുമായിരുന്നു. രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല. കാരണം നല്ലൊരു ജോലി കളഞ്ഞു, പിന്നെ പുതിയൊരു ഓപ്ഷൻ കിട്ടുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നത് തിരിച്ച് വീണ്ടും സൗദിയിലോട്ട് തന്നെ പോവാം. പക്ഷേ അവിടെ പോയാൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് 2 മക്കളാണ്, അവരെ കൊണ്ടുപോകാൻ പറ്റില്ല, ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു ചോദിക്കും, ചേച്ചി ഇതുവരെ എങ്ങും പോയില്ലേ? അങ്ങനെ ഞാൻ പലരെയും ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. വീടിനടുത്തായാലും എവിടെയെങ്കിലും ഇറങ്ങി പോകുമ്പോൾ ഇതുവരെ പോയില്ലേ, ആ ഒരു ചോദ്യം ഒഴിവാക്കാനായിട്ട് ഞാൻ പോകത്തില്ലെങ്കും. അങ്ങനെ
എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ ഒരു ലാസ്റ്റ് റിസൾട്ട് വന്ന സമയത്ത് ഒരു റീവാലുവേഷനും എടുത്തു. 400-ൽ പുറത്ത് മാർക്ക് പലതിനുമുണ്ട്, പക്ഷേ ഒരെണ്ണത്തിന് C ആണ്. എന്തോ ഒരു പ്രയോജനമില്ല. നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നതിലല്ല, എല്ലാത്തിലും 350 എന്നുള്ള ആ ഒരു സ്കോർ നമ്മൾ അറ്റൈൻ ചെയ്യണം. അങ്ങനെ ഞാൻ റീവാലുവേഷന് കൊടുത്തപ്പോൾ 330 എന്നുള്ള സ്കോറ് എനിക്ക് 370 കിട്ടി. അങ്ങനെ എനിക്ക് അയർലൻഡ് സ്കോർ തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ആ ഓരോ സമയത്ത് ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നു, രാവിലെ 3 മണിക്ക് എണീച്ച് പ്രാർത്ഥിക്കുന്നു, ഉച്ചയ്ക്ക് 3 മണിക്ക് എണീച്ച് പ്രാർത്ഥിക്കുന്നു, എണ്ണ തൊട്ട് പ്രാർത്ഥിക്കുന്നു, ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയില്ല എന്തുമാത്രം സ്ട്രെസ്സിലാണ് ഞാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് സ്ട്രെസ്സായിരുന്നു. അങ്ങനെ ഞാൻ OET പാസ്സായി കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു, ഇനി OET ഒക്കെ പാസ്സായി, എത്രയും പെട്ടെന്ന് അയർലൻഡിൽ പോവാം. അങ്ങനെ അയർലൻഡിൽ പോകാനുള്ള പ്രിപ്പറേഷൻസൊക്കെ ആരംഭിച്ചു. ഇപ്പോൾ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കറിയാം, അയർലൻഡിൽ എല്ലാ റിക്രൂട്ട്മെൻറ്റുകളും ഇപ്പോൾ ഫ്രീസാണ്. അവർ ഇന്ത്യൻസിനെ ഒന്നും അങ്ങോട്ട് എടുക്കുന്നില്ല. അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് വഴി ഒരു പരസ്യം കണ്ട്. മിക്കവാറും ഫേസ്ബുക്കിൽ വരുന്ന പരസ്യങ്ങൾസ് എല്ലാം നിങ്ങൾക്കറിയാം ഫേക്ക് ആയിരിക്കും. അങ്ങനെ ഞാനാണെങ്കിൽ ആ ഒരു പരസ്യം കണ്ടിട്ട് ആ ഏജൻസിയെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറയുന്നു കുറച്ച് പൈസയൊക്കെ അതിന് ചിലവുണ്ട്. ആ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കാര്യം മാത്രം അവർ പറയുന്നുണ്ട്, അല്ല അതിന് മുമ്പിട്ട് DL വേണം, OET കഴിഞ്ഞിട്ട് DL എടുക്കണം. DL എടുക്കുന്ന സമയത്തും തടസ്സങ്ങൾ. ആ സമയത്തെല്ലാം ഞാൻ ഉടമ്പടിയിലാണ്. ഈ മാതാവിൻ്റെ കൽപ്പനകളും എല്ലാം ഞാൻ പാലിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ DL എടുത്തു. 6 മാസം കൊണ്ടാണ് എനിക്ക് DL കിട്ടുന്നത്. 2 തവണ ക്വയറി വന്നു. ഓരോ ക്വയറി വരുമ്പോഴും നമുക്ക് ടെൻഷനാണ്. ഈ ഓരോ ക്വയറിയും ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് DL കിട്ടുകയുള്ളൂ. ഈ DL ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ ആപ്റ്റിറ്റ്യൂഡ് എന്ന എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഞാൻ DL കിട്ടി. അങ്ങനെ വിചാരിച്ചോ ഇനി പെട്ടെന്ന് കയറി പോവാം. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ആ ഏജൻസി പറഞ്ഞതനുസരിച്ച് അവർ പറയുന്നുണ്ട്, എക്സാം പാസ്സായാൽ നിങ്ങൾക്ക് അവിടെ ജോലിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വരണം. ഏകദേശം നല്ലൊരു എമൗണ്ട് ചിലവാക്കിയാണ് ഞാൻ പോകുന്നത്. ഈ എക്സാം 2 അറ്റംപ്റ്റേ ഉള്ളൂ. നമുക്ക് ഓരോ എക്സാമിന് 12 സ്റ്റേഷൻസ് ഉണ്ട്. ഒരു സ്റ്റേഷൻ പോയാൽ എക്സാം പോയി. 12 സ്റ്റേഷൻ പാസ്സായാൽ മാത്രമേ നമുക്ക് ആ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ കൂടെ 3 ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി. നമ്മളൊരു വീട്ടിലിങ്ങനെ എക്സാമിന് 3 ദിവസം മുമ്പ് ചെല്ലുകയാണ്. എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല, കാരണം എക്സാം പാസ്സായ നാട്ടിൽ തിരിച്ചു പോകണം. നാട്ടിലുള്ള പലർക്കും അറിയില്ല ഞാൻ എക്സാമിൻ്റെ പ്രിപ്പറേഷനിലാണെന്നുള്ള കാര്യങ്ങളൊന്നും. അങ്ങനെ ഞാൻ എക്സാമിന് വേണ്ടി എല്ലാവരും ഫ്രീ ആയിട്ട്, എൻ്റെ കൂടെ ഉള്ളവർക്കൊന്നും അത്ര സ്ട്രെസ്സില്ല. ഞാൻ ചോദിക്കും, നമ്മൾ പാസ്സാവുമോ, എന്താവും, പോകേണ്ട വരുമോ തിരിച്ച്. അങ്ങനെ എക്സാം പ്രിപ്പയർ ചെയ്യുമോ. ഞാനാണെങ്കിൽ അവിടെ ചെന്ന് 3 ദിവസം എക്സാം പ്രിപ്പറേഷന് സത്യം പറഞ്ഞാൽ കുളിക്കാൻ മാത്രം പോകും, കഴിക്കാൻ മാത്രം പോകും. 24 മണിക്കൂറുണ്ടെങ്കിൽ 23.5 മണിക്കൂറും പഠനം. ലാസ്റ്റ് നമുക്ക് ഭ്രാന്ത് പിടിക്കുന്ന രീതിയിലാണ്. അങ്ങനെ എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്തു. എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ ടെൻഷനില്ല. അങ്ങനെ എക്സാമിന് പോയി. ഫസ്റ്റ് സ്റ്റേഷൻ, നമുക്ക് 12 സ്റ്റേഷനിലെ ഫസ്റ്റ് സ്റ്റേഷനിൽ ഞാൻ കയറിയപ്പോൾ നമുക്ക് ഒരു കണ്ടീഷൻ, ഒരു ഡിസീസ് കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്ത് പറയുകയാണ് അവിടെ വേണ്ടത്. ഇസ്ബാർ എന്ന് പറയുന്നതാണ് സ്റ്റേഷൻ്റെ പേര്. ആ സ്റ്റേഷൻ്റെ കയറിയപ്പോൾ എനിക്ക് 100% അറിയാം ആ ഡിസീസ് കണ്ടീഷൻ ഏതാണെന്ന്. പക്ഷേ എനിക്കത് പറയാൻ സാധിക്കുന്നില്ല. അതെൻ്റെ വായിൽ വരില്ല. എന്തൊക്കെ ചെയ്താലും ആ ഡയഗ്നോസിസ് എനിക്ക് സ്പെല്ല് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റ് അവരോട് ഇങ്ങനെ അവരെൻ്റെ അടുത്ത് എൻ്റെ പേപ്പർ തട്ടിപ്പറിച്ചിട്ട് പറഞ്ഞു, യു ക്യാൻ ഗോ നൗ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അങ്ങനെ ഫസ്റ്റ് സ്റ്റേഷനിൽ തന്നെ സ്ട്രെസ്സായിട്ട് ഞാൻ വെളിയിലിറങ്ങി. അപ്പം ഞങ്ങൾ സാറ് പറയുമായിരുന്നു, ഒരു സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നിയാലും നിങ്ങൾ ആ പേടി കാണിക്കാതെ അടുത്ത സ്റ്റേഷനിൽ പോകണം എന്നിങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ആ സ്റ്റേഷനിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഞാനാണെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ സ്റ്റേഷനിലും ഞാൻ കയറുന്നത്. എന്നിട്ട് ഞാൻ പറയും, എൻ്റെ എക്സാമിനറുടെ മേൽ കരുണയായിരിക്കണേ. അങ്ങനെ ഞാൻ എക്സാമിന് കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ മാതാവേ എൻ്റെ കൂടെ വരണമേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെയുള്ള 11 സ്റ്റേഷൻ എനിക്കറിയില്ല എവിടെ നിന്നാണ് എനിക്കിത്ര കൃപ ലഭിച്ചത്, എത്ര ധൈര്യം ലഭിച്ചതെന്ന് എനിക്കറിയില്ല. സാധാരണ വിറച്ച് എനിക്ക് ഒരുപാട് സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ മൈക്ക് പിടിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ ഓരോ സ്റ്റേഷനിലും കയറുമ്പോൾ എനിക്ക് കിട്ടിയ ധൈര്യം, എനിക്ക് അമ്മ തന്ന ആ ഒരു ധൈര്യം എത്രമാത്രമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഓരോ സ്റ്റേഷനും കഴിഞ്ഞു. പിന്നെയും ഒരു സ്റ്റേഷനിൽ ചെന്നപ്പോൾ കാണാം, നമുക്ക് ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ഗൗൺ കെട്ടേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയുണ്ട്.
ആ ഗൗൺ ഞാൻ കെട്ടിയില്ല. എന്ന് വെച്ചാൽ ആ എക്സാം ഫെയിലായി, 100% ഫെയിലായെന്നാണ് അതിനർത്ഥം. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, 12 സ്റ്റേഷനിൽ 10 സ്റ്റേഷൻ ഞാൻ പാസ്സാവും, 2 സ്റ്റേഷൻ എനിക്ക് 100% പോവും. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. പക്ഷേ ഞാൻ എന്നും പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും രാവിലെയും വൈകിട്ടും ബൈബിളും വചനങ്ങൾ കേൾക്കാനും ഒരുപാട് ദൈവത്തോട് അടുത്ത് ദൈവം എന്താണെന്ന് എന്നെ ആ സമയത്ത് എന്നെ ദൈവം അറിയിച്ചു. മാതാവ് എന്താണെന്ന്, മാതാവിൻ്റെ ശക്തി എന്താണെന്ന് എന്നെ അറിയിച്ച സമയങ്ങളായിരുന്നു ഞാൻ അയർലൻഡിലായിരുന്ന സമയം. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്ന സമയത്ത് എൻ്റെ കൂടുള്ള ഫ്രണ്ട്സിൻ്റെ എല്ലാം റിസൾട്ട് വന്നു, എൻ്റെ റിസൾട്ട് വരുന്നില്ല. അപ്പം നമ്മുടെ നമ്പർ പറഞ്ഞു കൊടുത്താൽ അത് റിസൾട്ട് പാസ്സായോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഒരു സാറ് നമ്മളെ പഠിപ്പിച്ച സാറിന് അത് അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ സാറ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ്, ചേച്ചിയുടെ റിസൾട്ട് വന്നിട്ടില്ല, ഒന്ന് നോക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ സാറ് പറഞ്ഞു പാസ്സായി. അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എല്ലാവരുടെയും റിസൾട്ട് വന്നു, എൻ്റെ റിസൾട്ട് വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ വരാത്തത്. അപ്പോൾ ഞാൻ സാറിനെ വിളിച്ച്, സാറേ എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. എടോ താൻ പാസ്സായതുകൊണ്ടാണ് തൻ്റെ റിസൾട്ട് വരാത്തത്, ഫെയിലായവരുടെ റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സായി. അതിനുശേഷം അടുത്ത കടമ്പ് ജോലി. എക്സാം പാസ്സായ ഉടനെ ജോലി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ അവിടെ ചെന്നു. 1 മാസമായി 2 മാസമായി നമ്മളൊരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഒരുപാട് റെൻറ്റ് കൊടുക്കണം അവർക്ക്. അങ്ങനെ ഏജൻറ്റിനെ വിളിക്കും, ജോലിയായോ, എന്നത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, അക്കോമഡേഷൻ റെഡിയായില്ല, വെയിറ്റ് ചെയ്യും. അങ്ങനെ പ്രാർത്ഥന. ഞങ്ങൾ 3 ഫ്രണ്ട്സ് രാവിലെ 3 മണിക്ക് എഴുന്നേക്കും, വൈകിട്ട് 3 മണിക്ക് ഞങ്ങൾ 3 പേരും കൂടെ കൈ വിരിച്ച് പിടിച്ച് കൈ കോർത്ത് വെച്ചത് പ്രാർത്ഥിക്കും, ഞങ്ങളോട് കരുണ കാണിക്കണേ, വേറൊരു ഓപ്ഷനും ഇല്ല, ഇവർ നമ്മളോട് കള്ളം പറയുവാണോ ഒന്നും നമുക്കറിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരിടത്ത് ഞങ്ങൾക്ക് പ്രൈവറ്റിൽ ജോലിയായി. അങ്ങനെ ജോലിക്ക് പോയി. ജോലിക്ക് ചെന്നപ്പോഴെന്താ, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ചെല്ലുന്നത്. ആദ്യത്തെ സമയത്തൊക്കെ ഭയങ്കര കഷ്ടപ്പാട്, സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ. 12 മണിക്കൂർ ഷിഫ്റ്റാണ്. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ദേഹമൊക്കെ വേദന, അത്രയ്ക്കും ബുദ്ധിമുട്ട്. അപ്പം നമ്മളിങ്ങനെ അവിടുത്തെ മാനേജ്മെൻറ്റൊക്കെ ആണെങ്കിൽ ഭയങ്കര നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ പറയും, ഞങ്ങളുടെ അധികാരികളോട് കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവ് അവരുടെ ഹൃദയത്തിന്മേൽ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ കൂടെ ഉള്ളവർ ഒരാൾ പെന്തക്കോസ്തേ വിശ്വാസിയാണ്. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവർ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നിലനിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും മാതാവ് ഒരുക്കി തന്നു. അവിടെ ആയിരുന്ന സമയത്തും ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോഴും ഓൺലൈൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരുന്നു. അവിടുത്തെ സമയവ്യത്യാസം കാരണം ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഡെയിലി എന്നും കൂടിയിട്ടാണ് ഡ്യൂട്ടിക്ക് പോവുകയുള്ളൂ. ഒരു ദിവസം പോലും എന്നെക്കൊണ്ട് സാഹചര്യങ്ങൾ എതിരല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം പോലും അത് മുടക്കാറില്ല. അഥവാ രാവിലെ കൂടാൻ പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഞാനത് കൂടും. പിന്നെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം ഞാൻ എന്നും ഷെയർ ചെയ്യും ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ. അതുപോലെ ആ ചൊവ്വാഴ്ച എനിക്ക് ഡ്യൂട്ടി ആണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാനത് കേൾക്കാൻ ശ്രമിക്കും. പിന്നെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാൻ, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനും കേൾക്കാനും മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഒരു മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, ഒരു ഗവൺമെൻറ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പ്രോപ്പർട്ടി കാണിച്ചു. അപ്പോൾ കൊണ്ട് കാണിച്ചപ്പോഴല്ല അവർ പറഞ്ഞു കുറേ പേപ്പറുകൾ വേണം, എന്തൊക്കെ പ്രമാണത്തിൻ്റെ എന്തൊക്കെയോ രേഖകൾ വേണം, മുൻ പ്രമാണം വേണം. അതെല്ലാം ഞാൻ എൻ്റെ ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നിസ്സാരമെന്ന് പറയട്ടെ, അത് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. ഞാൻ ഒരു രേഖകളൊക്കെ വേണമെന്ന് പറഞ്ഞെടുത്ത് ഞാൻ പിന്നെ ഒരു സ്ഥലത്ത് പോയി ഒരു സാറിനെ കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞു ഇന്നെടുത്ത് ആ പേപ്പർ കൊണ്ട് കൊടുക്കും. അത് നിസ്സാര രീതിയിൽ എനിക്ക് മാതാവ് സാധിച്ചു തന്നു. പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്ന് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഫാമിലിയുടെ വിസ അണ്ടർ പ്രോസസ്സാണ്. അതും എനിക്ക് മാതാവ് എത്രയും വേഗം നടത്തി തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ കുടുംബമായി ഇവിടെ വന്ന് ഇനി ഞാൻ അടുത്ത 2 ആഴ്ചയ്ക്കകം അയർലൻഡിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിനുശേഷം ഞാൻ വീണ്ടും ഇനിയും ഇവിടെ മാതാവിൻ്റെ സാക്ഷിയായി എൻ്റെ സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായും നിങ്ങളോട് വെളിപ്പെടുത്തുന്നു. അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു ഓഹരി പള്ളികൾക്കും പാവങ്ങൾക്കും വേണ്ടി മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട്. പിന്നെ ആരെൻ്റെ മുമ്പിൽ ഒരു ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു രീതിയിലും ഒരിക്കലും ഒരു മുടക്കം വരുത്തിയിട്ടില്ല.
പിന്നെ രോഗികൾ, ഇപ്പം നമ്മൾ ചെയ്യുന്നിടത്ത് രോഗികൾ ഒരുപാട് പ്രായമുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരുമാണ്. ഞാൻ അവരെ എല്ലാം എൻ്റെ അപ്പനെയും അമ്മയും പോലെയാണ് കരുതുന്നത്, സ്നേഹിക്കുന്നത്. ഞാൻ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ പോലും അല്ലെങ്കിൽ ഒരു ദിവസം ഓഫ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവരെന്നോട് ചോദിക്കും, നീ എന്താ ഇന്നലെ വരാഞ്ഞേ? അപ്പോൾ അത്രയ്ക്കും എനിക്ക് ഇപ്പോഴാണ്, നേരത്തെയൊക്കെയാണ് എനിക്ക് ദേഷ്യമായിരുന്നു സത്യം പറഞ്ഞ്. ഈ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രായമുള്ളവരുടെ കെയറൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും പോലെ എനിക്ക് അവരെ കരുതാനും സ്നേഹിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ പത്രം, ഞാൻ ഇവിടുന്ന് കൃപാസന പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആദ്യത്തെ ഉടമ്പടി സമയത്ത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഞാൻ ഈ പത്രം കൊടുക്കും, ബസ് സ്റ്റാൻഡിലും ഒക്കെ ആയിരുന്നു ഞാൻ പത്രം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പത്രം കൊടുക്കാൻ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചിലവരൊക്കെ വാങ്ങിക്കും, ചിലവരൊക്കെ എന്തൊക്കെയോ ഒരു ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കും. അപ്പോൾ എനിക്ക് മടിയാണ്. അങ്ങനെ ഞാൻ 2-3 പത്രം കൊടുത്തിട്ട് ഞാനങ്ങ് തിരിച്ചു പോകും. എന്നിട്ട് വീടിനടുത്തുള്ളൊക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഓരോ ഉടമ്പടികൾ പുതുക്കുമ്പോൾ എന്നിൽ ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ട്. എനിക്ക് പിന്നെ നാണക്കേടില്ല. ഞാൻ എവിടെ വേണമെങ്കിലും കൊടുക്കും, ആരുടെ മുമ്പിലും കൊടുക്കും, ബസ്സിൽ കയറി കൊടുക്കും. എനിക്ക് ഒരു മടിയില്ല. കാരണം അത്രമാത്രം അനുഗ്രഹങ്ങൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ തിരുക്കുമാരനോട് അപേക്ഷിച്ച് എനിക്ക് നേടിത്തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. തുടർന്ന് ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി ജീവിക്കാൻ തുടരുമെന്ന് ഞാൻ പറയുന്നു. ഹോസേയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും, നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും, വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. കർത്താവിനെ നീ അറിയുന്നു. ജിൻസി ബാബു എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ ഉടനീളം മകൾക്ക് ഒരൊറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ. അത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അച്ഛൻ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഉടമ്പടി പെട്ടെന്ന് കത്തണമെങ്കിൽ, പെട്ടെന്ന് ഈശോയുടെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കണമേ. ഒരൊറ്റ വരി പ്രാർത്ഥന മാത്രം മതിയെന്ന് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. ജിൻസിയുടെ പ്രാർത്ഥന അത് തന്നെയായിരുന്നു. മെറിറ്റിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്ന, വളരെ സെൽഫ് കോൺഫിഡൻസ് ഉള്ള, വളരെ നന്നായി എല്ലാം അപ്പിയർ ചെയ്യുന്ന, വളരെ നന്നായി ചെയ്യുന്ന ഒരു മകളാണ്. പക്ഷേ സൗദിയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് പോരുമ്പോഴും മകൾക്ക് വളരെ കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ OET പരീക്ഷ പാസ്സാകും, എൻ്റെ എല്ലാ DL പാസ്സാകും, എനിക്ക് അയർലൻഡിലേക്കുള്ള സ്കോർ കിട്ടി, ഞാൻ വളരെ പെട്ടെന്ന് അയർലൻഡിലേക്ക് പോകും. അത് തന്നിൽ തന്നെയുള്ള ഒരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ എപ്പോഴും C ഗ്രേഡിൽ ഒരു പോയിന്റിൽ തോറ്റുപോയ ഈ മകൾക്ക് മനസ്സിലായി ഇത് ദൈവത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന്. അങ്ങനെ ദൈവത്തിന് മാത്രം സാധ്യമാകൂ എന്നുള്ള ഒരു വലിയ വിശ്വാസത്തിലേക്ക്, ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ പിന്നെ പരിശുദ്ധ അമ്മയാണ്, മാർത്തോമ വിശ്വാസിയായ മകളെ പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ സാക്ഷ്യമാണിത്. തൻ്റെ ഓരോ പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ മിനിറ്റിലുമുള്ള ആ കത്തിപ്പിടിക്കുന്ന പ്രാർത്ഥനയാണ് ജിൻസി ബാബുവിനെ ഇന്ന് ഈ അൾത്താരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ളത്. ഓരോ പ്രാവശ്യവും തൻ്റെ പരീക്ഷകൾ പൊട്ടിപ്പോകുമ്പോഴും തൻ്റെ പ്രതീക്ഷകൾ നശിക്കുമ്പോഴും എല്ലാം റിവാലുവേഷന് കൊടുക്കുക എന്ന് പല പ്രാവശ്യം ഇത് ഒരു പേപ്പറിൽ തോറ്റുപോകുമ്പോഴെല്ലാം ആരും അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഉടമ്പടി ചെയ്തപ്പോഴാണ് ഒരു സുഹൃത്ത് പറഞ്ഞത്, നീ അത് റീവാലുവേഷന് കൊടുക്കുക. അവിടെ 330 എന്നുള്ള മാർക്ക് 370 ഉയർന്ന ഒരു വലിയ സംഭവം മകളിവിടെ ഏറ്റു പറയുന്നു. അയർലൻഡ് സ്കോർ ലഭിച്ച് മകൾക്ക് അയർലൻഡിലേക്ക് പോകാനുള്ള സാധ്യത ഇന്ന് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സാകും. എല്ലാത്തിലും ഈ മകൾക്ക് തടസ്സമാണ്. പക്ഷെ ഒരിക്കലും പ്രത്യാശ കൈവിട്ടിട്ടില്ല. അതാണ് ജോസഫ് അച്ഛൻ പറയുന്ന 60 മേനി കൊയ്യുന്ന വിളവ് എന്ന് അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. വചനത്തിൽ 60 മേനി കൊയ്യുന്നവർ പ്രത്യാശയുള്ളവരാണ്. മറ്റുള്ളവർക്ക് ലഭിച്ചാലും ഇല്ലെങ്കിലും എനിക്കുള്ളത് ഈശോ എനിക്ക് തരും, പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നുള്ള വലിയ ഉറപ്പ്. അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രോപ്പർട്ടിയെക്കുറിച്ച് പറയുകയായിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഈസിയായി നടക്കുന്നു. അത് ഈസിയായി നടക്കുന്നത് എൻ്റെ നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, എനിക്ക് പരിശുദ്ധ അമ്മയിലുള്ള ആശ്രയം, ഈശോയിലുള്ള എൻ്റെ വലിയ ആഴമായ വിശ്വാസവും വിശ്വസ്തതയും, ഞാൻ എപ്പോഴും ഉടമ്പടിയിലായിരിക്കും എന്നുള്ള ഉറപ്പോടും വിശ്വസ്തയോടും ഏറ്റുപറച്ചിലോടും കൂടിയാണെന്ന് ജിൻസി ഇവിടെ നിന്നിറങ്ങുന്നത്. നമ്മുടെ ഉടമ്പടിയിൽ എപ്പോഴും നമുക്ക് വിശ്വസ്തരായിരിക്കാം. ജിൻസിക്കും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും, വിസ പ്രോസസ്സിങ് നടക്കാതിരിക്കുന്നവരെയും വിസ കിട്ടാതിരിക്കുന്നവരെയും പ്രതീക്ഷയിലായിരിക്കുന്നവരെയും പ്രവാസികളായ മക്കളെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ